ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ബോയ്സ് ആൻഡ് ഗേൾസ്, പ്ലാറ്റ്ഫോം 7 പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ 12678 എറണാകുളം KSR ബംഗളൂരു ഇൻ്റർസിറ്റി എക്സ്പ്രസ്സിലൊരു യാത്രയിലാണ്. ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത് സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ദയവായി ഫസ്റ്റ് പാർട്ട് ചെക്കൗട്ട് ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ ഇട്ടേക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ട് തിരിച്ചു വരിക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് കോയമ്പത്തൂർ ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു. നമ്മുടെ ഹോം സിഗ്നൽ നമുക്ക് ആംബറായിരുന്നു. നമ്മൾ ഹോം സിഗ്നൽ നിർത്തേണ്ടി വന്നില്ല. നമ്മൾ നേരെ സ്റ്റേഷനിലോട്ട് വരാണ്. ഏത് പ്ലാറ്റ്ഫോമിലായിട്ട് ചെല്ലുന്നത് എനിക്കൊരു പിടിയില്ല. എനിക്കൊന്ന് 3-ലേക്കാണ് തോന്നുന്നു ചെല്ലുന്നത്. 3 ലെഫ്റ്റ് സൈഡിലായിരിക്കും പ്ലാറ്റ്ഫോമാണ്. ഇവിടെ അത്യാവശ്യം ആൾക്കാർ ഇറങ്ങാനുണ്ട്. തൊട്ടപ്പുറത്ത് കൂടെ ഹിസാർ എക്സ്പ്രസ്സിന്, കോയമ്പത്തൂർ ഹിസാർ എക്സ്പ്രസ്സിന് റേക്ക് ഷണ്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ ജംഗ്ഷനിലേക്ക് പ്രവേശിക്കുന്നു. റൈറ്റ് സൈഡിൽ കോയമ്പത്തൂർ ജംഗ്ഷൻ്റെ ബിൽഡിംഗ് കാണാം. അവിടെ വലിയ കൊടിയും കാണാം. ഇവിടെ ബോച്ചയുടെ കോച്ച് ഓൺ വീൽസ് ഫുഡ് എക്സ്പ്രസ് കാണാം. ബോച്ചെ ഫുഡ് എക്സ്പ്രസ് ഇവിടെ കാണാം. അവിടെ ഒരു വാപ്പ് 4 വന്നിട്ടുണ്ട്, ലാലാഗുഡയുടെ 37821. അത് നമ്മുടെ കേരള എക്സ്പ്രസ് ആണ്. പ്ലാറ്റ്ഫോം ലെഫ്റ്റ് സൈഡിലാണ്. ഇവിടെ 22020 വാപ്പ് 1 കിടക്കുന്നു, EDDXൻ്റെ. ഇത് കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് ആണ്. ഇതാണ് കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ്. ഇത് അല്പം മുമ്പ് മധുരൈ കോയമ്പത്തൂർ എക്സ്പ്രസ് ആയിട്ട് വന്ന റേക്കാണ്. ഇത് ചെമ്മൊഴി എക്സ്പ്രസിൻ്റെ റേക്കാണ് ഈ കിടക്കുന്നത്. അപ്പോൾ 12:45 നമ്മൾ കോയമ്പത്തൂർ എത്തി. കോയമ്പത്തൂരിൽ നിന്ന് അത്യാവശ്യം ആൾക്കാർ കയറാനുണ്ട്. ഒരുപാട് പേര് ഇറങ്ങാനുണ്ടായിരുന്നു. ഒരുപാട് പേര് കോയമ്പത്തൂരിൽ നിന്ന് കയറാനുണ്ട് C1ലേക്ക്. കാര്യം C1 പണ്ട് സിംഗിൾ കോച്ച് ഉണ്ടായിരുന്ന സമയത്ത്, C1 മാത്രം ഉണ്ടായിരുന്ന സമയത്ത് പകുതി കോച്ചോളം കോയമ്പത്തൂർ കോട്ടയായിരുന്നു. കോയമ്പത്തൂരിൽ നിന്ന് കുറേ പേര് കയറാനുണ്ട്. C2ലേക്ക് ഒരുപാട് തിരക്ക് കാണാനില്ല. C2ലും ഉണ്ട്. ആ ഹിസാർ എക്സ്പ്രസ്സിൻ്റെ റേക്ക് ഷണ്ട് ചെയ്തുകൊണ്ടിരുന്നു. നമ്മൾ ഈ ട്രെയിൻ ഒരു പ്രാവശ്യം നമ്മൾ ഷൊർണൂർ ടു ജോധ്പൂർ ഒരു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കുള്ള ട്രെയിനാണ് കേട്ടോ. മൊത്തം AC കോച്ചാണ്. 16 AC 3 ടയർ കോച്ചും സെക്കൻഡ് ACയും ഫസ്റ്റ് AC ഒക്കെ ഉള്ള ട്രെയിനാണിത്. എന്നാലും നല്ല തിരക്കാണ് ഇത്. നമ്മുടെ ഡിപ്പാർച്ചർ ടൈം 12:50 12:53 പക്ഷേ ഇതുവരെ നമ്മുടെ സ്റ്റാർട്ടർ ആയിട്ടില്ല. അപ്പോൾ അങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷനിൽ നമ്മുടെ യാത്ര തുടങ്ങി. നമ്മൾ ഏകദേശം 4 മിനിറ്റ് ലേറ്റാണ്. 12:50 എന്ന ടൈം 54-ന് ഇവിടുന്ന് വിട്ടു. നമ്മുടെ പേരന്റ് ട്രെയിൻ ഇതുവരെ എത്തിയിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ എത്തുമെന്നാണ് അനൗൺസ്മെൻറ്റ് വന്നത്. ആ ലെഫ്റ്റ് സൈഡിലുള്ള നീല ഷെഡാണ് കോയമ്പത്തൂരിലെ IOH ഷെഡ്. കോച്ച് മെയിൻ്റനൻസ് പിറ്റ് ലൈൻസ് ഇവിടെ ലെഫ്റ്റ് സൈഡിലാണ്. പ്ലാറ്റ്ഫോംസ് കഴിഞ്ഞാണ് കോച്ച് മെയിൻ്റനൻസിന് പിറ്റ് ലൈൻസ് ഒക്കെ കിടക്കുന്നത്. അവിടെ 2 P7s കിടക്കുന്ന കാണാം. അതിനപ്പുറത്തായിട്ടാണ് പിറ്റ് ലൈൻസ്. അപ്പോൾ അങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷൻ നമ്മൾ പുറത്തിറങ്ങി. അപ്പുറത്ത് ചെമ്മൊഴിക്കും P7 ആയിരുന്നു. ചറവറ P7 ആണോ? നമ്മുടെ പേരിങ് വേണ്ടി ഇവിടെ കാണാനില്ലല്ലോ. വരുന്നതാണ് നമ്മുടെ പേരിങ് ട്രെയിൻ 12677 KSR ബംഗളൂരു കോയമ്പത്തൂർ എറണാകുളം ഇൻ്റർസിറ്റി എക്സ്പ്രസ്. അതിന് ഈ റോഡിൻ്റെ വാപ്സാനാണ് 37149 ആണ് ലോക്കോ. ഒരു 2 റേക്കും പുത്തനാണ് കേട്ടോ. ഞാൻ അത്രയും പ്രതീക്ഷിച്ചില്ല. സീരീസ് ആയിട്ടാണ് നമ്പർ കിടക്കുന്നത്. അടിപൊളി. ആ 2 തരം നീലയും ICF ബിൽറ്റ് തന്നെയാണ് കേട്ടോ. കുറച്ച് ഡാർക്കായിട്ടുള്ള നീലയും കുറച്ച് പെയിലായിട്ടുള്ള നീലയും 2 ICF ബിൽറ്റ് തന്നെയാണ്. എല്ലാത്തിനകത്തും നമ്മുടെ ബെഞ്ച് ടൈപ്പ് സീറ്റ് തന്നെയാണ്. C1 C2 ആ
അൺറിസർവ്ഡ് കോച്ചുകളുടെ എണ്ണം കുറച്ച് പ്രതിഷേധത്തിനിരയാക്കും എന്നാണ് തോന്നുന്നത്. നല്ല തിരക്കുണ്ട് അതിനകത്ത്. എറണാകുളത്ത് നിന്ന് പുറപ്പെട്ടപ്പോൾ അൺറിസർവ്ഡ് കോച്ച് കാലിയായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് വേണ്ടിയിട്ട് അൺറിസർവ്ഡ് ഫുള്ളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷനിലേക്ക് കയറാൻ പോവാണ്. നമുക്ക് സ്റ്റോപ്പൊന്നുമില്ല. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഇനി ഇവിടെയാണ്, നമ്മുടെ എന്താ പറയുക, തിരുപ്പൂറാണ്. നോർത്ത് സ്റ്റേഷൻ അമൃത് ഭാരത് സ്കീമിൻ്റെ പാർട്ടായിട്ട് പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് വരുന്നുണ്ട്. അതിനോട് ചേർന്ന് പാർക്കിങ്ങും വരുന്നുണ്ട് ഇവിടെ. ഇത് പുതിയ ബിൽഡിംഗാണ്. ഇവിടെ പണ്ട് ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല എൻ്റെ അറിവ് ശരിയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുഞ്ഞ് ബിൽഡിംഗ് ഉണ്ടായിരുന്നിരിക്കും, അത്രേ ഉള്ളൂ. നല്ല അടിപൊളി ബിൽഡിംഗ് വരുന്നുണ്ട് പുതിയതായിട്ട്. ജസ്റ്റ് കോയമ്പത്തൂർ നോർത്ത് സ്റ്റേഷനിലോട്ട് കയറി റൺ ത്രൂ ആണ്. പ്ലാറ്റ്ഫോം വഴി ജസ്റ്റ് റൺ ത്രൂ ചെയ്തിട്ട് നമ്മൾ അറ്റത്തെത്തി നമ്മൾ ഇരിക്കൂർ ലൈനിലേക്ക് കയറും. അങ്ങേറ്റത് ഈ ആടി കിടക്കുന്നതെല്ലാം സ്പെയർ കോച്ചസാണ്. കോയമ്പത്തൂർ കോച്ചിങ് ഡിപ്പോയിലുള്ള സ്പെയർ കോച്ചസ് എല്ലാം ഇവിടെ കൊണ്ടുവരുന്നത്. അതിലൊരു കോയമ്പത്തൂർ ബനാറസ് എഴുതിയ കോച്ച് കിടക്കുന്നുണ്ട്. 2-3 കോച്ചിൽ കോയമ്പത്തൂർ ബനാറസ് എഴുതിയിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു മറ്റേ മഹാകുംഭമേള സമയത്തൊന്ന് സ്പെഷ്യൽ ഓടിയതായിരിക്കും. ഇനി നമുക്ക് 2 ക്രോസിംഗ് കൂടി വരാനുണ്ട്. നമുക്കിനി കോവ എക്സ്പ്രസ്സും അതുപോലെ കോയമ്പത്തൂർ ശതാബ്ദി എക്സ്പ്രസ്സും 2 ക്രോസിംഗ് ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് അറിവ് ശരിയായിട്ട് പിന്നെ കുറച്ച് നേരത്തേക്ക് നമുക്ക് ക്രോസിങ്സ് ഒന്നുമില്ല. അപ്പോൾ ക്രോസിങ്സ് ഒന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ അകത്ത് പോയി റെസ്റ്റ് എടുക്കും. വെളുപ്പിന് 2 മണിക്ക് എഴുതുന്ന യാത്ര തുടങ്ങിയതാണ്. ഇന്നലെ രാത്രി കിടന്നത് 11 മണിക്ക്. ഇന്നലെ രാത്രി 11 മണിക്ക് കിടന്നിട്ട് ഇന്ന് രാവിലെ 2 മണിക്ക് എൻ്റെ യാത്ര തുടങ്ങിയതാണ് ഞാൻ. അപ്പോൾ തീരെ ഉറങ്ങിയിട്ടില്ല. മിക്കവാറും ഞാൻ ഇന്നും ഉറങ്ങിപ്പോകും. മേട്ടുപ്പാളത്തേക്കുള്ള ലൈനിൽ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോയി. ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുകൊണ്ട് ഇനി ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ ലെഫ്റ്റിലേക്ക് അവിടെ തിരിഞ്ഞു പോയിട്ടുണ്ട്. നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞു. നമ്മൾ നേരെ ടുവേർഡ്സ് ഇരിക്കൂറാണ് പോകുന്നത്. നമ്മൾ ഇരിക്കൂറിൽ വെച്ച് പോത്തന്നൂരിൽ നിന്ന് പോകുന്നുണ്ട്. നമ്മൾ പോത്തന്നൂർ വെച്ച് ബൈപ്പാസ് ലൈൻ ഞാൻ കാണിച്ചായിരുന്നല്ലോ. ആ ബൈപ്പാസ് ലൈന് നമ്മൾ ഇരിക്കൂർ വെച്ച് നമ്മൾ മീറ്റ് ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റ് പീലമേട് എത്തുന്നു. പീലമേട് സ്റ്റേഷൻ വഴിയിൽ റൺ ത്രൂ ആണ്. പീലമേടൊന്നും ഓഫ് കോഴ്സ് സ്റ്റോപ്പില്ല. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് തിരുപ്പൂർ തന്നെയാണ്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ചെക്ക് ചെയ്തിരുന്നു വേറെ എവിടെയെങ്കിലും സ്റ്റോപ്പ് ഉണ്ടെന്നോ. വേറെ ഒന്നുമില്ല, തിരുപ്പൂർ തന്നെയാണ് അടുത്ത സ്റ്റോപ്പ്. അപ്പോൾ അതിനിടയ്ക്ക് നമ്മൾ 2 ക്രോസിംഗ് ഉണ്ടാകും. നമുക്ക് കോവ എക്സ്പ്രസ്സിനെയും അതുപോലെ കോയമ്പത്തൂർ ശതാബ്ദി നമ്മൾ ക്രോസിംഗ് നേരത്തെ പറഞ്ഞാൽ. അപ്പോൾ ഈ 2 ക്രോസിംഗ് കഴിഞ്ഞാൽ പിന്നെ കുറേ നേരത്തിന് ക്രോസിങ്സ് ഒന്നുമില്ല. പീലമേട് സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോമിൽ മരങ്ങൾ കണ്ടോ, നല്ല ഭംഗിയില്ലേ, അടിപൊളിയായിട്ടുള്ള മരങ്ങളാണ് പീലമേട് സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോം. 57 സർ, നെയിം ബിനയ്, C1. ബിനയ് കൊച്ചുണ്ണി ശങ്കർ. അതേനോ? അതിനിടയ്ക്ക് TT ഒന്ന് പേര് ചെക്ക് ചെയ്യാൻ പറ്റും, ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊരു ട്വിൻ വാഗണൈൻ ഹോൾഡ് ബോക്സ് ബ്രേക്കാണ്. അകത്ത് സ്റ്റീലാണ് കാർഗോ. ഇവിടെ അടുത്ത് പണ്ട് സ്റ്റീൽ അതോറിറ്റിക്ക് ഒരു യാർഡ് ഉണ്ടായിരുന്നു, ഇപ്പം ഇല്ലാന്ന് തോന്നുന്നു യാർഡ്. നമുക്ക് ദൂരെ ബൈപ്പാസ് ലൈൻ കാണാം. ബൈപ്പാസ് ലൈൻ ഇപ്പം നമ്മുടെ ലൈനിലൂടെ ഒന്ന് മേർജ് ചെയ്യും, അല്പം മുന്നിലായിട്ട്. ആ വരുന്നതാണ് ബൈപ്പാസ് ലൈന്. ബൈപ്പാസ് ലൈൻ വന്നിട്ട് ആദ്യം ഡൗൺ ലൈനിലേക്കും പിന്നെ ഡൗൺ ലൈനിൽ നിന്ന് മെയിൻ അപ്പ് ലൈനിലേക്ക്, നമ്മളുള്ള അപ്പ് ലൈനിലേക്ക് വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ഓൾദോ ബൈപ്പാസ് ആണ് മെയിൻ ലൈൻ എന്നുണ്ടെങ്കിലും ഇപ്പോൾ ഫോർ ഓൾ പ്രാക്ടിക്കൽ പർപ്പസസ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന ഈ ലൈനാണ് മെയിൻ ലൈനായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ബൈപ്പാസ് ലൈൻ ഇപ്പോൾ ഒരു കോഡ് ലൈനാണ്. അപ്പോൾ ബൈപ്പാസ് ലൈന് ഡബിളിങ്ങും ആദ്യം താമസിച്ച് ടേക്കപ്പ് ചെയ്യുന്നു തോന്നി. കാരണം ബൈപ്പാസ് ലൈൻ വഴി ഫ്രൈറ്റർ മൊത്തം പോകുന്നത്. ബൈപ്പാസ് ലൈനിൽ ഡബിളിങ് ആദ്യം താമസിച്ചുണ്ടാവും വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഇരകൂർ സ്റ്റേഷൻ വഴി റൺ ത്രൂ ആണ്. ഇരകൂറിലൊരു പെട്രോളിയം സൈഡിങ് ഉണ്ട്.
ഒന്നല്ല ആക്ച്വലി 2 or 3 പെട്രോളിയം യൂണിറ്റ്സ് ഉണ്ട്. അപ്പോൾ ആ സൈഡിങ്ങിലേക്കുള്ള ടാങ്കറാണ് കാണുന്നത്. ഈ റോഡ് ഷെഡിൻ്റെ ട്വിൻ G7 ആണ്. ഈ മുകളിൽ കൂടെ പോകുന്ന റോഡ് ബൈപ്പാസാണ്, കോയമ്പത്തൂർ ബൈപ്പാസ് റോഡാണ് കാണുന്നത്. കോവ എക്സ്പ്രസ് വരുന്നുണ്ട്. കോയമ്പത്തൂർ കോവ എക്സ്പ്രസ് ആണ് പോയത്. നമ്മൾ ഈ ട്രെയിനിലാണ് നാളെ തിരിച്ചു വരുന്നത്. അപ്പോൾ ഇന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ നാളെ എങ്ങനെ കോവ എക്സ്പ്രസ് പിടിക്കുന്നു എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ പറക്കാൻ തുടങ്ങി. നല്ല പറക്കലാണ് കോയമ്പത്തൂർ വിട്ട പോലെ. ഇരുകൂറ് പാസ്സായപ്പോൾ നല്ല ഗ്രാൻഡിൽ പറപ്പിക്കുന്നുണ്ട്. ഇവിടെയൊക്കെ ഫെൻസിങ്ങിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഫെൻസിങ് കഴിഞ്ഞിട്ട് ചില സ്ഥലത്ത് നടക്കുന്നുണ്ട്. ശതാബ്ദി എക്സ്പ്രസ് ജസ്റ്റ് വരുന്നുണ്ട് ഓപ്പോസിറ്റ് ലൈനിൽ. നമ്മൾ ഈ ശതാബ്ദി എക്സ്പ്രസ് ഒരിക്കലും യാത്ര പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സിക്യൂട്ടീവ് ക്ലാസ്സിന് യാത്ര ചെയ്തായിരുന്നു ചെന്നൈയുടെ കോയമ്പത്തൂർ. തീരെ ചെറിയ റേക്കാണത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് തിരുപ്പൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. സമയം 1:35. ഇനി കുറേ നേരത്തിന് ക്രോസിങ്സ് ഒന്നുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി എടുത്ത് നോക്കി. ഇനി നമുക്ക് ഏകദേശം സേലം വരെ ഒന്നുമില്ല. ആ കൂടെ ഒരു വൈകി ഓടുന്നൊരു വിവേക് എക്സ്പ്രസ് ഉണ്ട്. അതിനെ എവിടെ വെച്ച് ക്രോസ് ചെയ്യുന്ന അറിയില്ല. അതൊരു 3-4 മണിക്കൂർ ലേറ്റാണത്. അപ്പോൾ ഞാൻ ഇടയ്ക്ക് നോക്കാം. ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കാണണമെങ്കിൽ നമുക്ക് അതിനെ ക്രോസ് ചെയ്യാം. ഈ കാണുന്ന തിരുപ്പൂരിലെ പുതിയ സ്റ്റേഷൻ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനാണ്. നല്ല തിരക്ക് കയറാറുണ്ട്. ഈ തിരക്കൊന്നും നമ്മുടെ വണ്ടിക്ക് തന്നെയുള്ളതാണ്. കാര്യം ഇപ്പോൾ തൊട്ട് പുറകെ വേറെ വണ്ടിയൊന്നുമില്ല. മൊത്തം നമ്മുടെ വണ്ടിയിലേക്ക് കയറി. കറക്റ്റ് പൊസിഷനാണ് കണ്ടോ. സീറ്റ് ഒന്നുള്ള ബോർഡിന് താഴെ തന്നെയാണ് കറക്റ്റായിട്ട് സീറ്റ് വന്നിരിക്കുന്നത്. അടിപൊളി. അവിടെ ഒരു 2-3 പേര് കയറി. കുറച്ച് പേര് ഇറങ്ങാനും ഉണ്ടായിരുന്നു. വണ്ടി ഫുള്ളല്ല, കുറച്ച് സീറ്റ് അവിടെ ഇവിടെയൊക്കെ കാലിയുണ്ടാവും. എനിക്കൊന്ന് ഇനിയും പോകുന്ന വഴിക്കൊക്കെ ആൾ കയറുമായിരിക്കും തോന്നുന്നു. ഇതാണ് തിരുപ്പൂർ സ്റ്റേഷൻ്റെ മറുപുറം. പ്ലാറ്റ്ഫോം നമ്പർ 1 ആണ് കാണുന്നത്. അവിടെ അമൃത് ഭാരത് സ്റ്റേഷൻ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇപ്പുറത്തും പുതിയ സ്റ്റേഷൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. ഇത് അമൃത് ഭാരത് സ്കീമാണോ അതോ മറ്റേ റീഡെവലപ്മെൻറ്റ് സ്കീമാണോ എന്നറിയില്ല. നമ്മുടെ കുറച്ച് പേര് അവിടെ നിന്ന് ടാറ്റ അണിക്കണം നമുക്ക്. അപ്പുറത്തുനിന്ന് ഒരു വാപ്പ് 7 ഒറ്റയ്ക്ക് ഓടി വരുന്നുണ്ട്. ഈ റോഡിൽ നിന്ന് കോയമ്പത്തൂർ വരെ ലൈറ്റ് ഓടി പോകാൻ തോന്നുന്നു. ഒന്നല്ല 2 ഉണ്ട്. 39478 ആണ് ലീഡ് ലോക്കോ. ബാക്കിൻ്റെ ലോക്കോ 37310. രണ്ടും EDLSൻ്റെ ലോക്കോസാണ്. അപ്പോൾ നമ്മൾ തിരുപ്പൂരിൽ നിന്ന് പുറപ്പെടുന്നു. സമയം 1:39. ഞാനിനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാൻ ഉള്ളിലോട്ട് പോവാണ്. കുറച്ച് നേരം ക്യാമറയും ഫോണും എല്ലാം ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് ചിലപ്പോൾ ചെറുതായിട്ടൊന്ന് മയങ്ങിപ്പോയിന്ന് വരും. അപ്പോൾ നമുക്കിനി ഈറോഡ് എത്തുമ്പോൾ കാണാം. ഈറോഡ് സ്റ്റേഷൻ കാണിച്ചു തരണം എന്നാണ് എൻ്റെ ഒരു പ്ലാന്. ഈറോഡ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശങ്കരീദുർഗ് സ്റ്റോപ്പുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് സേലമാണ് പിന്നെ നമുക്ക് സ്റ്റോപ്പുള്ളത്. അപ്പോൾ നമ്മൾ തിരുപ്പൂരിൽ നിന്ന് വിട്ടു. നമുക്കിനി ഈറോഡ് എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈറോഡ് ജംഗ്ഷനിലേക്ക് കയറാൻ പോകുന്നു. ഈ റൈറ്റ് സൈഡിലുള്ളതാണ് ഈറോഡിലെ പിറ്റ് ലൈൻസ്. അതിന് 2 ലൈനിലും റേക്കുണ്ട്. ഒരെണ്ണത്തിലുള്ളത് എയർകാർഡ് എക്സ്പ്രസിൻ്റെ റേക്ക്, മറ്റൊരു പാസഞ്ചർ ട്രെയിനിൻ്റെ റേക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഈറോഡ് ജംഗ്ഷനിലേക്ക് എത്തി. സമയം ഇപ്പോൾ 2:15.
ഇവിടെ ക്രൂ ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു വണ്ടിക്ക്. സാധാരണഗതിയിൽ എറണാകുളത്തു നിന്ന് കയറുന്ന ക്രൂ പാലക്കാടും, പാലക്കാട് നിന്ന് കയറുന്ന ക്രൂ ഈറോഡുമാണ് ഇറങ്ങുന്നത്. ഈ വണ്ടിക്ക് ഇനി സേലമാണോ ചേഞ്ച് എന്ന് എനിക്കറിയില്ല. കാര്യം സേലം മുതൽ സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ടെറിട്ടറി ആയതുകൊണ്ട് സേലത്താണ് ക്രൂ ചെയ്യുന്നത്. കാര്യം ഇവിടെ ഗാർഡൊന്നും നിൽക്കുന്ന കണ്ടില്ല. ഇതൊരു ക്ലീൻ ട്രെയിൻ സ്റ്റേഷനാണ്. അപ്പോൾ ഇവിടെ വെച്ച് ട്രെയിനിൻ്റെ ക്ലീനിങ്ങും വാട്ടറിങ്ങും നടക്കും. അപ്പോൾ കുറച്ച് നേരം ഇവിടെ നമ്മൾ ഹോൾട്ട് ഉണ്ടാവും മോസ്റ്റ്ലി. ഞാൻ പറഞ്ഞ പോലെ ഇത് ക്ലീൻ ട്രെയിൻ സ്റ്റേഷനാണ്. അവർ ജനലിൻ്റെ ഗ്ലാസ് ക്ലീൻ ചെയ്താണ് തുടങ്ങിയത്. ജനലിൻ്റെ ഗ്ലാസ് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുപോലെ മറ്റൊരു മെഷീൻ കൊണ്ടുവന്ന് ടോയ്ലറ്റ്സും ക്ലീൻ ചെയ്യും. CTS പണി തുടങ്ങി. അവർ കംപ്രസർ വെച്ച് വെള്ളം അടിച്ചാണ് ക്ലീൻ ചെയ്യുന്നത്. ടോയ്ലറ്റൊക്കെ ക്ലീൻ ചെയ്യും. അപ്പുറത്ത് വാക്യൂം ക്ലീനർ ഉണ്ട്. അത് ഉപയോഗിച്ച് അത് വാക്യൂം ചെയ്ത് വൃത്തിയാക്കിയിട്ട് പോവുകയും ചെയ്യും. ഈ റോഡ് ഒരു നോമിനേറ്റഡ് CTS ആണ്. ക്ലീൻ ട്രെയിൻ സ്റ്റേഷനാണ്. അപ്പം നമ്മളങ്ങനെ ഈറോഡിൽ നിന്ന് വിട്ടു. ഈറോഡ് ലോക്കോ ഷെഡായിരുന്നത്. നല്ല ക്ഷീണം ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് നേരം വണ്ടിക്കകത്ത് തന്നെ ഇരുന്നു. നമ്മളിപ്പോൾ ജസ്റ്റ് ഈറോഡ് വിട്ട് കാവേരി അടുത്തുകൊണ്ടിരിക്കുന്നു. കാവേരി നദി വരെ അറിയാലോ, നമ്മൾ 2 ലൈൻ, അപ്പ് ലൈനും ഡൗൺ ലൈനും 2 അലൈൻമെൻറ്റാണ് കാവേരി നദി വരെ. കാവേരി കഴിഞ്ഞാൽ വീണ്ടും അപ്പും ഡൗണും 2 അലൈൻമെൻറ്റോട്ട് പോവുകയും ചെയ്യും. അപ്പോൾ അതോട്ട് ദൂരെ മാറി ഒരു ഡാമുണ്ട്, കണ്ടോ? കാവേരിയിൽ നല്ല വെള്ളമുണ്ട്. ഈ മാസം ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ നല്ല വെള്ളമുണ്ട് കാവേരിയിൽ. പിന്നെ ഇവിടെ 2 ഫാക്ടറീസ് ഉണ്ട്. ഒരെണ്ണം ഒരു ഇതാണ്, എന്താ പറയുക, ഷുഗർ മില്ലാണ്. മറ്റേത് പേപ്പർ മില്ലാണ്. ഈ കാണുന്നതാണ് പേപ്പർ മില്ല്. ഇത് കാവേരി സ്റ്റേഷൻ. നമ്മളിവിടുന്ന് ചെറുതായിട്ടൊന്ന് റൂട്ട് ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ അലൈൻമെൻറ്റിൽ കൂടെ പോവാം. ഇവിടെ എന്തിൻ്റെയോ ലാൻഡ് ലെവലിംഗ് നടക്കുന്നുണ്ട്. എന്താ സംഭവം എന്നറിയില്ല. കഴിഞ്ഞ വർഷം വന്നപ്പോൾ കണ്ടായിരുന്നു. ഈ വളവ് നിവർത്താനുള്ള ഉദ്ദേശമാണെന്നൊരു സംശയം. കാവേരിയിൽ വെച്ച് വഴി വിരിഞ്ഞു പോയ ലൈനാണ് ഇവിടെ വെച്ചാൽ പിന്നെ വീണ്ടും കാണും. ഇപ്പോൾ അനങ്കൂർ എന്ന് പറഞ്ഞ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇതിങ്ങനെയാണ് ഈ റൂട്ടിലെ അലൈൻമെൻറ്റ് മൊത്തത്തിൽ. രാവിലെ മൊത്തം കണ്ട
കേരളത്തിലെ പച്ചപ്പൊക്കെ മാറി മുൾച്ചെടിയും വേപ്പും ഒക്കെയായി ഇവിടെ കണ്ടോ. ഇതാണ് അനങ്കൂർ സ്റ്റേഷൻ. വളരെ യുണീക്കാണിത്. കാര്യം ഇതിൻ്റെ ഓപ്പോസിറ്റ് ലൈൻ, അതായത് ഡൗൺ ലൈനിലെ പ്ലാറ്റ്ഫോംസും അപ്പ് ലൈനിൻ്റെ പ്ലാറ്റ്ഫോംസും ഇടയ്ക്ക് നമ്മൾ നല്ല ഗ്യാപ്പുണ്ട്. ഒരു റോഡ് തന്നെ ഉണ്ട് അതിനിടയ്ക്ക്. ഇതാണ് ആനങ്കൂർ സ്റ്റേഷൻ. കണ്ട് അപ്പുറം ഇപ്പുറമായിട്ട് നമ്മൾ നല്ല ഗ്യാപ്പുണ്ട്. അതിനിടയിൽ കൂടെ സ്റ്റേഷനോട് വരുന്ന റോഡും ഉണ്ട്. ലൈനിൽ കാണാൻ പോലും ഇല്ല, അത്ര നല്ല ദൂരത്താണ് രണ്ട് ട്രാക്കുകളും തമ്മിൽ പോകുന്നത്. ഇവിടുന്ന് കാണാൻ പറ്റുന്ന ദൂരത്ത് പോലുമല്ല. നമ്മൾ വിവേക് എക്സ്പ്രസിൻ്റെ ക്രോസിങ് നമ്മൾ മിസ് ചെയ്തു. ഈ സെക്ഷനിൽ ആ കൂടി തന്നെ വൈകി വരുന്ന വിവേക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ വണ്ടികളൊന്നും നമുക്ക് ക്രോസ് ചെയ്യാനില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ശങ്കരീദുർഗ് എത്താണ്. ശങ്കരീദുർഗ് എത്തുന്നതിൻ്റെ മുന്നോടിയായിട്ടാണ് ആകെ മല കാണുന്നത്. ശങ്കരീദുർഗ് എന്ന് പറയുന്ന ആക്ച്വലി ഒരു കോട്ടയുണ്ട്. അതുകൂടാതെ ഈ സ്ഥലം ശരിക്കും ശങ്കഗിരി എന്നാണ് അറിയപ്പെടുന്നത് ലോക്കലി. ഇതൊരു മേജർ ലോറി ടൗണാണ്. ആക്ച്വലി തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും കൂടുതൽ ലോറികളുള്ളൊരു പ്രദേശമാണ് ശങ്കഗിരി എന്ന് പറയുന്നത്. ശങ്കഗിരി അല്ലെങ്കിൽ സങ്കരി എന്ന് പറയുന്നത്. ഈ കാണുന്നത്, ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് ഇവിടുന്ന് ശങ്കർ സിമെൻസിലേക്ക് പോകുന്നൊരു സൈഡിങ് ആണ്. അതിപ്പോഴും ഫങ്ഷനിലാണോ എന്നെനിക്കറിയില്ല കേട്ടോ. റെയിൽസിന് തിളക്കമൊക്കെ ഉണ്ട്, അപ്പോൾ ട്രെയിൻ ഓടുന്നുണ്ടാവുമായിരിക്കും. നമ്മൾ ജസ്റ്റ് സ്റ്റേഷനിലോട്ട് കയറുന്നു. അടിപൊളി. നമ്മൾ റൈറ്റ് സൈഡിലുള്ള ലൂപ്പിലോട്ട് കയറ്റുന്നത്. ഓപ്പോസിറ്റ് ലൈനിലൊരു സ്പാർട്ടും പോകുന്നുണ്ടല്ലോ, എന്താ സംഭവം? ഇപ്പോൾ റൈറ്റ് സൈഡിലോട്ടുള്ള ലൂപ്പല്ല, മെയിൻ ലൈനിൽ തന്നെയാണോ പ്ലാറ്റ്ഫോം? മെയിൻ ലൈനിലല്ലോ പ്ലാറ്റ്ഫോം. അറിയില്ല എന്താ സംഭവങ്ങൾ. ഇതെന്താണോ, ഇതേതോ സ്പെഷ്യൽ ട്രെയിനിൻ്റെ റേക്കാണെന്ന് തോന്നുന്നു. ഈറോഡ് ബാർമേർ ജംഗ്ഷൻ, ഈറോഡ് ബാർമേർ ജംഗ്ഷൻ്റെ റേക്കാണത്. വിൻഡോസ് അടച്ചിട്ട് പോലും ഇവിടെ സ്റ്റേബിൾ ചെയ്യുമ്പോൾ അതിനകത്ത് മഴ, ഇവിടെ പിന്നെ മഴ പെയ്യില്ല. എന്നാലും ഇങ്ങനെ ഒരു മഴ പെയ്താലോ. ഒരു വലിയ മരമൊക്കെയുള്ള പ്ലാറ്റ്ഫോമാണ്. നല്ല അടിപൊളി പ്ലാറ്റ്ഫോമാണ്. കാണാൻ നല്ല ഭംഗിയാണ് ഈ പ്ലാറ്റ്ഫോം. പണ്ട് വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്സിന് ഇതുവഴി യാത്ര ചെയ്തപ്പോൾ ഇവിടെ ഇറങ്ങി ഞാൻ പ്ലാറ്റ്ഫോം ഡീറ്റെയിൽ ആയിട്ട് കണ്ടായിരുന്നു. ഇവിടെ നല്ല ആൽമരവും വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് കണ്ടോ. അത് പ്ലാറ്റ്ഫോം ഷെൽട്ടറിന് അപ്പുറത്തെ സൈഡിലായതുകൊണ്ട് ഒക്കെ അതൊന്നും വെട്ടേണ്ടി വന്നിട്ടില്ല പ്ലാറ്റ്ഫോം ഷെൽട്ടറിന് ഇടാൻ വേണ്ടിയിട്ട്. ഇവിടെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഹിസ്റ്റോറിക്കൽ വാട്ടർ ടാങ്കോ അങ്ങനെ എന്തോ ഒരു സാധനം കൂടെ ഉണ്ട് ഇവിടെ. ആസ് എ സ്റ്റേഷൻ ബിൽഡിങ്ങും വളരെ ഹിസ്റ്റോറിക്കലായിട്ടുള്ളൊരു സ്റ്റേഷൻ ബിൽഡിങ്ങാണ്. ഈ വാട്ടർ ടാങ്ക് കണ്ടൊക്കെ പഴയ വാട്ടർ ടാങ്കാണ്. സമയം ഇപ്പോൾ 2:55. സേലം ജംഗ്ഷനിലേക്ക് എത്തുന്നു. ഇപ്പോൾ പുതിയതായിട്ട് കാണുന്ന മൂന്നാമത്തെ ലൈന് കരൂരിൽ നിന്ന് വരുന്ന ലൈനാണ്. യു നോ ദ ഡ്രിൽ റൈറ്റ്. നമ്മളിന് എത്രയോ പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട്. അകത്തുനിന്ന് ബിരുദാചലത്തു നിന്നുള്ള ലൈനും അകത്തുനിന്ന് വന്ന് കയറുന്നതാണ്. ലെഫ്റ്റ് സൈഡിലെ സേലം സ്റ്റീൽ പ്ലാന്റിൽ നിന്നുള്ള ലൈനും വന്ന് കയറുന്നതാണ്.
ശങ്കരിദുർഗയിൽ ഒന്ന് ഇരുന്നത് ഉറങ്ങിപ്പോയി. നമ്മൾ ജസ്റ്റ് സേലം ജംഗ്ഷനിലേക്ക് കയറുന്നു. അപ്പോൾ നമ്മളങ്ങനെ സേലം ജംഗ്ഷൻ സ്റ്റേഷനിലേക്ക് എത്തി. സേലം ജംഗ്ഷനിൽ കുറച്ച് മുന്നോട്ട് കയറിയിട്ട് നമ്മൾ ഡൈവേർട്ട് ചെയ്ത് ഓമലൂർ വഴി ബാംഗ്ലൂർ പോകും. സമയം 3:24. നമ്മൾ ജസ്റ്റ് സേലം ജംഗ്ഷൻ്റെ പ്ലാറ്റ്ഫോം നമ്പർ 5 വന്ന് കയറി. അവിടെ ഒരു സാധനം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയില്ല. ഒരു വന്ദേ ഭാരത് ട്രെയിൻ സെറ്റ് കിടക്കുന്നുണ്ട്. അതിൻ്റെ ബോർഡും വർക്കിംഗ് ആണ്. ലെറ്റർ ഏതെങ്കിലും സർവീസ് ആണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതിൻ്റെ ബോർഡ് ഓണാണ്. C8 എന്നോ C9 എന്നങ്ങോട്ട് കാണാനും പറ്റും. അതുവഴി ഏത് സർവീസ്? അപ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ട് കാണാം. C8 എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. ഇന്ത്യൻ റെയിൽവേസ് വെൽക്കം ചെയ്യുന്നു കാണിക്കുന്നുണ്ട്. ഇതൊന്നും കാണില്ല. ഡോർ ഓപ്പൺ ആണ് പ്ലാറ്റ്ഫോമിലേക്കുള്ള. അപ്പോൾ എനിക്കൊന്ന് ഇവിടെ സ്റ്റേബിൾ ചെയ്തിരിക്കാൻ തോന്നുന്നു, അല്ലെങ്കിൽ empty മൂവ്മെൻ്റ് ആയിരിക്കും. വെജ് കട്ട്ലറ്റ്, സൂഡാ കട്ട്ലറ്റ് 2.5 മണിച്ചിന് 30 രൂപ. കഴിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആക്ച്വലി ഹെഡ് ഓഫ് ഷെഡ്യൂൾ സേലം എത്തിയായിരുന്നു. അപ്പോൾ സേലത്ത് നിന്ന് കറക്റ്റ് സമയമായ 3:35 എടുത്തു. ജസ്റ്റ് സേലത്ത് നിന്ന് പുറത്തോട്ട് ഇറങ്ങുന്നു, അത്രേ ആയിട്ടുള്ളൂ. ആ റൈറ്റിലോട്ട് പോകുന്ന ലൈനാണ് ഓമലൂരിലേക്ക് പോകുന്ന മറ്റേ പുതിയതായിട്ട് നിർമ്മിച്ച ബൈപ്പാസ് ലൈന്. കട്ട്ലറ്റിനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. അടിപൊളിയായിരുന്നു. അടിപൊളി കട്ട്ലറ്റായിരുന്നു. അതെനിക്കൊന്ന് അവർ ഷാലോ ഫ്രൈ ചെയ്യല്ല ചെയ്തിരിക്കുന്നത്. അവരത് പാനിലിട്ട്, അതായത് നമ്മുടെ ദോശക്കല്ല് പോലെ തുറന്നത്തിലിട്ട് അവർ അങ്ങനെ ഇത് മുരിച്ചെടുത്തിരിക്കുകയാണ്. കാര്യം അതിനാ ഒരു മറ്റേ ഷാലോ ഫ്രൈ ചെയ്താൽ നല്ലോണം എണ്ണ കുടിച്ചാനത്. ഇതിലങ്ങനെ കരിയുടെ എണ്ണ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ നന്നായിരുന്നു. അപ്പോൾ നമ്മളത് അല്പം മുന്നിലായിട്ട് നമ്മൾ ലെഫ്റ്റിലോട്ട് ടുവേർഡ്സ് ഓമലൂർ തിരിയും. എന്തോ ഒരു ഫാക്ടറി ആയിരുന്നു. ഇപ്പോൾ വർക്കിംഗ് അല്ലാന്ന് തോന്നുന്നു. കാര്യം കാലങ്ങളായിട്ട് ഞാൻ വരുമ്പോൾ ഇവിടെ ഒന്നും കാണാറില്ല. ഫുള്ള് തുരുമ്പിച്ച് ഷീറ്റൊക്കെ പൊട്ടി ഇരിക്കുകയാണത്. വർക്കിംഗ് എന്തോ പൊടിയോ കാണുന്നുണ്ടായിരുന്നത്. പൊടി പറന്ന് വരുന്നുണ്ട്. എന്ത് ഫാക്ടറിയാണോ ഇത്? ബോർഡൊന്നുമില്ല. അപ്പം നമ്മളിതാ ഇവിടുന്ന് മെയിൻ ലൈനിൽ നിന്ന് ക്വിറ്റ് ചെയ്യണം. മെയിൻ ലൈനിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് നമ്മൾ ഓമലൂർ ലൈനിലോട്ട് കയറുകയാണ്. ഓമലൂർ ജംഗ്ഷനിൽ നിന്ന് ഫർദർ ലൈൻ 2 പോകും. അതിൽ നമ്മൾ ഹൊസൂരിലേക്കുള്ള ലൈനിലോട്ട് കയറും. ഈ ലൈൻ നമ്മളിപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന ലൈൻ ആക്ച്വലി ബൈ ഡയറക്ഷനിലാണ് കേട്ടോ. യൂണി ഡയറക്ഷനിലല്ല, ബൈ ഡയറക്ഷനിലാണ്. ഇതിൽ ഓപ്പോസിറ്റിലും വണ്ടിക്ക് വരാം. അവിടെ കാണുന്ന ബിൽഡിംഗ് ഇല്ല, ആ വെള്ളയും നീലയും പച്ചയൊക്കെ കളറുള്ള ബിൽഡിംഗ്, അതാണ് മാഗ്നസൈറ്റ് ജംഗ്ഷൻ ക്യാബിൻ. ആ ക്യാബിൻകാരാണ് നമ്മുടെ ഈ മൂവ്മെൻറ്റ് കൺട്രോൾ ചെയ്യുന്നത്. ആ ക്യാബിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡിലായിട്ട് നമ്മൾ സേലത്തുനിന്ന് പുറപ്പെട്ടു പോകുന്ന ബൈപ്പാസ് ലൈൻ ഞാൻ പറഞ്ഞ ലൈന് അതിന് തൊട്ടപ്പുറത്ത് കൂടെ പാസ് ചെയ്യുന്നത്. അതും ബൈ ഡയറക്ഷണൽ ലൈനാണ്.
ഇപ്പോൾ നിങ്ങൾക്ക് അങ്ങേറ്റം ഒരു ഡബിൾ ലൈനും നടുക്കായിട്ടൊരു സിംഗിൾ ലൈനും കാണാം. നടുക്കലത്തെ സിംഗിൾ ലൈനാണ് നമ്മൾ സേലത്തുനിന്ന് പുറപ്പെട്ട് വരുന്ന കണ്ട ബൈപ്പാസ് ലൈൻ എന്ന് പറയുന്നത്. ആ ബൈപ്പാസ് ലൈൻ എന്ന് പറയുന്നത് ബേസിക്കലി മെയിൻ ലൈനിൻ്റെ അടിയിൽ കൂടെയാണ് വരുന്നത്. അവിടെ ഒരു റെയിൽ ബ്രിഡ്ജുണ്ട്. ആ പാലത്തിന് അടിയിൽ കൂടെയാണ് അവൻ വരുന്നത്. കണ്ടോ, അങ്ങ് ദൂരെ കാണാൻ പറ്റുന്നുണ്ടോ? ദൂരെ കാണുന്നില്ല ആ പാലം, അതിൻ്റെ അടിയിൽ കൂടെ. അതിന് പാലത്തിന് മുകളിൽ കൂടെ പോകുന്നത് മെയിൻ ലൈനാണ്. കാരണം അതുവഴി ഒരു ഫ്രൈറ്ററും കൂടെ കയറി വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിലുള്ള ആ ഡബിൾ ലൈൻ എന്ന് പറയുന്നത് മേട്ടൂർ സൈഡിലേക്ക് പോകുന്നതാണ്. അത് നേരെ മെയിൻ ലൈനിലേക്ക് പോകുന്നതാണ്. മേട്ടൂരിൽ നിന്ന് ഫ്ലൈറ്റൊക്കെ വരുന്നത് മെയിൻ ലൈനിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പണിതിരിക്കുന്ന ഡബിൾ ലൈനാണത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഓമലൂർ വരെ ഡബിൾ ലൈനാണ്. ഓമലൂർ അങ്ങോട്ട് പിന്നെ സിംഗിൾ ലൈനാണ്. അവിടെ മലകൾ കണ്ടോ? ഈ മലകൾക്ക് പാരലായിട്ടാണ് നമ്മൾ പോവുക. അതുമാത്രമല്ല, നമ്മളിനി ആ മല റേഞ്ചിൻ്റെ തന്നെ കുറച്ച് ഭാഗത്തിന് നമ്മൾ കയറുകയും ചെയ്യും. കാര്യം നമ്മൾ മല കയറിയാണ് നമ്മൾ ബാംഗ്ലൂർ കയറുന്നത്. ബാംഗ്ലൂർ ഡെക്കൻ പ്ലാറ്റൂവിലാണ് ലൊക്കേറ്റഡ്. നമ്മൾ താഴത്തെ ലെവലിൽ നിന്ന് നമ്മൾ ഈ പ്ലാറ്റൂ കയറിയാണ് നമ്മൾ ബാംഗ്ലൂരിലേക്ക് ചെല്ലേണ്ടത്. നമ്മൾ മല കയറി പോകും. നമ്മളിപ്പോൾ ജസ്റ്റ് ഓമലൂർ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഓമലൂർ ഒരു ജംഗ്ഷൻ സ്റ്റേഷനാണ്. അതൊരു ജംഗ്ഷൻ ആവാനുള്ള കാരണം എന്ന് പറയുന്നത് ഓമലൂരിൽ നിന്ന് 2 ലൈനുണ്ട്. ഒരെണ്ണം മേട്ടൂരിലേക്ക് പോകും, മേട്ടൂർ ഡാമിലേക്ക് പോകും. മേട്ടൂർ ഡാം ലൈൻ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റൊരെണ്ണം ബാംഗ്ലൂരിലേക്ക് പോകും, ഹൊസൂർ വഴി ബാംഗ്ലൂരിലേക്ക് പോകും. നമ്മളിന്ന് ഹൊസൂർ വഴി ബാംഗ്ലൂർ ലൈനിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. ആ ലൈനിൻ്റെ വീഡിയോസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 11014 പോയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ്, കോയമ്പത്തൂർ ബാംഗ്ലൂർ വന്ദേ ഭാരത് എക്സ്പ്രസ് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. 12677 നമ്മൾ യാത്ര ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ലൈന് മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്, പുതിയതല്ല. നമ്മളിന്ന് വീണ്ടും കവർ ചെയ്യുകയാണെന്ന് മാത്രം. റൈഡറിന് തലക്കിൽ 2 ലോക്കുണ്ട്, പക്ഷേ ലൈവല്ല. വാക്സിൻസ് ആണ് ഈ റോഡിൻ്റെ. തൊട്ടപ്പുറത്ത് കാണുന്നതാണ് ഓമലൂർ സ്റ്റേഷൻ. ഈ കാണുന്നതാണ് ഓമലൂർ സ്റ്റേഷൻ, ആണ് ഓമലൂർ ജംഗ്ഷൻ സ്റ്റേഷൻ. നമ്മൾ ക്ലിയർഡ് ആണ്, കാരണം പച്ചക്കൊടി കാണിക്കുന്നുണ്ട്. നമ്മൾ പോയിൻറ്റ്സ് കിടക്കാൻ വേണ്ടി സ്ലോ ഡൗൺ ചെയ്തായിരിക്കും. എനിക്കൊന്ന് പഴയ സ്റ്റേഷൻ ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നത്. ഇവിടെ സ്റ്റേഷൻ മാസ്റ്റർ, സ്റ്റേഷൻ മാനേജർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പഴയ സ്റ്റേഷൻ ബിൽഡിംഗ് ആയിരിക്കും. ഈ മേട്ടൂർ ഡാം ലൈനിൽ ആകെ കൂടി ഒരു പാസഞ്ചർ ട്രെയിനാണുള്ളത്. ഈ റോഡ് മേട്ടൂർ ഡാം പാസഞ്ചർ ഏർലി മോർണിംഗ് പോകുന്നൊരു പാസഞ്ചറുണ്ട്. ആകെ ഒരു വണ്ടി മാത്രമേ ഉള്ളൂ പാസഞ്ചർ ട്രെയിനായിട്ട്. രാവിലെ അങ്ങോട്ട് പോകും, അത് വൈകുന്നേരം തിരിച്ചു വരും. അതല്ലാണ്ട് വേറെ വണ്ടികളൊന്നുമില്ല. ആ വണ്ടിയിൽ നമ്മളൊരു യാത്ര ചെയ്യേണ്ടത്. ഞാൻ ഫാമിലി ആയിട്ടാണ് പോയത്, മേട്ടൂർ ഡാം കാണാൻ ഞങ്ങൾ പോയത്. അന്നത്തെ വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്, കണ്ടു നോക്കുക. അതൊരു ഗോസ്റ്റ് ട്രെയിനാണ്, കാലി വണ്ടി, ഒരു മനുഷ്യനില്ലാത്ത ട്രെയിനാണ്. നമ്മൾ ജസ്റ്റ് ബാംഗ്ലൂർ ഡിവിഷനിലേക്ക് കയറി, സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ബാംഗ്ലൂർ ഡിവിഷനിലേക്ക്. നമ്മുടെ റേക്ക് ഇപ്പോഴും ക്രോൾ ചെയ്യുന്നുള്ളൂ ഇവിടെ നിന്ന് ഇങ്ങോട്ട്. അത് ക്രോൾ ചെയ്ത് ഇരുന്നവരെ നമ്മളിപ്പോൾ അതൊക്കെ പോകണം. ഇവിടെ വെസ്റ്റ് സരബംഗ നദി എന്ന് പറഞ്ഞൊരു നദി പാസ് ചെയ്യാൻ പോവാണ്, മേർക്ക് സരബംഗ. ഇത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ ബോർഡാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ബ്രിഡ്ജ് നമ്പർ 28. അതിനപ്പുറത്തുള്ളത് സദേൺ റെയിൽവേയുടെയാണ്. നമ്മളിന്ന് രാവിലെ കേരളത്തിൽ കണ്ട നദികളൊക്കെ ഓവർഫ്ലോയിങ് ആയിരുന്നു, നിറച്ച് വെള്ളമായിരുന്നു. അതിൽ നിന്നൊരു കോൺട്രാസ്റ്റാണ് ഇവിടെ കാണുന്നത്. ഇപ്പം നമ്മൾ ജസ്റ്റ് റൈറ്റിലോട്ടങ്ങ് തിരിയുകയാണ്. മേട്ടൂർ ലൈൻസ് നേരെ പോകും, നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞ് ബാംഗ്ലൂർ ഭാഗത്തേക്ക് പോവാണ്.
അങ്ങനെ നമ്മളിപ്പോൾ ഈ റൂട്ടിലെ ഘാട്ട് സെക്ഷനിലോട്ട് കയറാൻ പോവാണ്. ഇതാണ് തൊപ്പൂർ സ്റ്റേഷൻ. തൊപ്പൂർ സ്റ്റേഷൻ അപ്പുറത്തായിട്ട് ആ ചുരം കാണാം. ഇവിടെ ആൾക്കാർ പ്ലാറ്റ്ഫോമിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഏതോ സ്റ്റോപ്പിംഗ് ട്രെയിൻ ഇവിടെ വരാനുണ്ടെന്ന് തോന്നുന്നു. കാരേക്കൽ വണ്ടി നമ്മൾ മുന്നേ പോയിട്ടുണ്ട്, അപ്പോൾ അതല്ല. സൈഡിൽ കാണുന്ന മലകളൊക്കെ നമുക്ക് കയറാനുള്ളതാണ്. നമ്മൾ കയറി മുകളിലേക്ക് എത്തും. എനിക്കൊന്ന് ഈ ട്രെയിൻ ഇവിടെ സ്ഥിരമായിട്ട് നിർത്താറുണ്ടെന്ന് തോന്നുന്നു. ഈ ട്രെയിനിൻ്റെ കാലത്ത് തന്നെയാണ് ആൾക്കാർ നിന്നത്. ഇനി ഇതൊരു ക്രോസിംഗ് ആണോ എന്നറിയില്ല കേട്ടോ. നമ്മൾ തൊപ്പൂർ എന്ന് പറഞ്ഞ സ്റ്റേഷനിലാണ് ഈ നിൽക്കുന്നത്. സംഭവം മറ്റൊന്നുമല്ല, നമ്മുടെ ഫ്രണ്ടിൽ പോകുന്ന മറ്റേ SMVT ബംഗളൂരു എക്സ്പ്രസ്, കാരേക്കൽ SMVT ബംഗളൂരു എക്സ്പ്രസ് മുത്തമ്പട്ടി സ്റ്റേഷൻ എത്തിയിട്ടുള്ളൂ. മുത്തമ്പട്ടി എന്ന് പറയുന്നത് കഴിഞ്ഞ ഉടനെയുള്ള സ്റ്റേഷനാണ്. അവിടെ എത്തിയിട്ടുള്ളൂ. അവിടെ നിന്നാണ് ഘാട്ട് സെക്ഷൻ തുടങ്ങുന്നത്. അപ്പോൾ അവൻ ആ ഘാട്ടിന് കയറി തീരണം. അതുവരെ മിക്കവാറും നമ്മളവിടെ പിടിച്ചിടും. അതുമാത്രമല്ല, ഓപ്പോസിറ്റിൽ ഒരു വന്ദേ ഭാരത് എക്സ്പ്രസ് വരാനുണ്ട്. ഇനിയിപ്പോൾ അവൻ വരുന്നവരെ നമ്മളവിടെ ഇടുമെന്നറിയില്ല. അവൻ ധർമ്മപുരി ആവുന്നേ ഉള്ളൂ. 4:45 അവൻ ധർമ്മപുരി എത്തേ ഉള്ളൂ. അതുവരെ ഇവിടെ പിടിച്ചിടുമോ എന്താ ഉദ്ദേശം എനിക്കറിയില്ല. എനിക്കൊന്നും പക്ഷേ ഇത് സ്ഥിരം പരിപാടിയാണെന്ന് തോന്നുന്നു. കാര്യം ഇവിടെ ആൾക്കാർ ഈ വണ്ടിയെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ ലൂപ്പ് ലൈനിലാണോ എന്ന് എനിക്കൊരു സംശയം കൊണ്ട് നോക്കാവുന്നത്. ലൂപ്പ് ലൈനിലല്ല, നമ്മൾ മെയിൻ ലൈനിൽ തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ ക്രോസിംഗ് ഒന്നുമല്ല എന്തായാലും. രണ്ട് പരിപ്പോടെ മേടിച്ച് പാൻഡ്രിന്ന് ഫുഡ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. മലയൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ കഴിക്കാൻ നമുക്ക്. നമ്മൾ ജസ്റ്റ് തൊപ്പൂരിൽ നിന്ന് പുറപ്പെടുന്നു. തൊപ്പൂർ കുറച്ച് നേരം കിടന്ന് പുറപ്പെടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് മറ്റേ കാരേക്കാൽ പോയിട്ടുണ്ട്. അവനിപ്പോൾ ശിവടി സ്റ്റേഷനിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി പിടിച്ച് മുട്ടമ്പട്ടി കൊണ്ട് ഇടുമായിരിക്കും. നമ്മൾ ജസ്റ്റ് മലകൾ കയറി തുടങ്ങുന്നു. നമ്മൾ കയറുന്നുണ്ട്. ആ ഗ്രേഡിയൻ്റ് വിസിബിളാണ്. പണ്ടൊക്കെ ഈ റൂട്ട് ഡീസൽ ട്രാക്ഷൻ വരുന്ന സമയത്ത് നല്ല മ്യൂസിക്കൽ സൗണ്ട് ആൻഡ് സൈറ്റ് ഷോ ആയിരുന്നു. പുകയൊക്കെ വിട്ട് അവനങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കി ഹോണൊക്കെ അടിച്ച് അടിപൊളിയായിരുന്നത്. ആ എക്സ്പീരിയൻസ് ഇപ്പോൾ ഇലക്ട്രിക് ലോക്കോസിനില്ല സത്യം പറഞ്ഞാൽ. ഇലക്ട്രിക് ലോക്കോസ് വലിച്ചു കയറ്റുമ്പം ഒരു മൊബൈൽ ട്രാൻസ്ഫോമർ വലിച്ചു കയറ്റുന്നു എന്നല്ലാണ്ട് അതിനകത്ത് ആ സൗണ്ടോ ലൈറ്റോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ ഒരു ഡാമുണ്ട്. എനിക്ക് അതിൻ്റെ പേരങ്ങോട്ട് തൊപ്പയാറ് അവിടെ ഒരു ഡാമുണ്ട്. തൊപ്പയാറ് ഡാം എന്നാണ്. ഡാം ഇപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് കാണാറുണ്ട്. കുറച്ച് നേരം നമ്മൾ ഡാമിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയ വഴിയാണ് പോവുക. നമ്മുടെ ട്രെയിനിൽ ഈ കാഴ്ചയൊക്കെ കണ്ടിങ്ങനെ പോകുമ്പോഴല്ലോ മനസ്സിലിങ്ങനെ ഒരു പാട്ട് വരികയാണ്. നമ്മുടെ നമ്പർ 20 മദ്രാസ് മെയിലെ ജിങ്ക് ചക്കി ചാക്ക് ജിങ്ക് ചച്ച ഇങ്ങനെ പാട്ടിങ്ങനെ മനസ്സിൽ വരികയാണ്. അതൊരു എന്താ പറയുക, ആ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെയിൽ ഫാൻസിന് എല്ലാം തന്നെ കേരളത്തിലുള്ള എല്ലാ റെയിൽ ഫാൻസിനും ഒരു നൊസ്റ്റാൾജിക് സംഭവമാണ് ആ സിനിമ നമ്പർ 20 മദ്രാസ് മെയിൽ എന്ന് പറയുന്നത്. അല്ല ഫോക്സ്, നമുക്ക് നമ്പർ 20 മദ്രാസ് മെയിൽ ഒരു end to end ട്രിപ്പ് അടിച്ചാലോ? നമുക്ക് ഇനിയിപ്പോൾ ഫസ്റ്റ് ക്ലാസ് ഇല്ല, ഫസ്റ്റ് ക്ലാസ് ഇപ്പോൾ നിർത്തലാക്കി. ഇപ്പോൾ ഫസ്റ്റ് AC ആണുള്ളത്. നമുക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ACയിലൊരു ട്രിപ്പ് പോകാം ഒരിക്കൽ. ഈ ട്രെയിൻ എനിക്ക് തോന്നുന്നു ഒരു ഫുഡ് കിങ് ആവാനുള്ള ഒരു ശ്രമത്തിലാണെന്ന് തോന്നുന്നു. കാര്യം ഈ ട്രെയിനിൽ വണ്ടി പുറപ്പെട്ടപ്പോൾ പോലെ വന്ന സ്നാക്സിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഉഴുന്നുവട വന്നു, നമ്മുടെ പഴംപൊരി വന്നു, പിന്നെ വെജിറ്റബിൾ കട്ട്ലറ്റ് വന്നു, പിന്നെ പരിപ്പുവട വന്നു, വാഴയ്ക്ക ബജ്ജി വന്നു, ഇപ്പം മുളക് ബജ്ജി പോയി, അതിലേക്ക് ബ്രെഡ് ഓംലെറ്റ് പോയിരുന്നു. ഉച്ചയ്ക്ക് എന്താ പറയുക, ഉച്ചയ്ക്ക് ചോറ് നല്ല നാടൻ കേരള സ്റ്റൈൽ ചോറും ഉണ്ടായിരുന്നു. അതുകൂടാതെ ബിരിയാണി ഉണ്ടായിരുന്നു. എഗ്ഗ് ബിരിയാണി, വെജ് ബിരിയാണി, ചിക്കൻ ബിരിയാണി 3 വിളിച്ച് പറയുന്നത് കേട്ടോ. അത് ഞാൻ മേടിച്ചില്ല. ഞാൻ ഊണ് കിട്ടിയതുകൊണ്ട് ഞാൻ ഊണാണ് മേടിച്ചത്.
അപ്പോൾ ഈ വണ്ടിയിൽ ഫുഡിന് ഒരുപാട് അടിപൊളി വെറൈറ്റി ഫുഡ് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കറങ്ങുന്ന സ്റ്റേഷനാണ് മുത്തമ്പട്ടി. പണ്ടൊക്കെ മുത്തമ്പട്ടി സ്റ്റേഷനിൽ ട്രെയിനുകൾ ഇറങ്ങി വരുന്ന ട്രെയിനുകൾ കമ്പൽസറി ആയിട്ട് നിർത്തണമായിരുന്നു. എന്നിട്ട് ഇവിടെ നിന്നൊരു ഫോൺ ഉണ്ടായിരുന്നു. ആ ഫോൺ വഴി മുകളിൽ എനിക്കൊന്ന് ശിവാടി സ്റ്റേഷനോടായിരുന്നു തോന്നുന്നു, അങ്ങോട്ട് വിളിച്ച് പറയണമായിരുന്നു ട്രെയിൻ താഴെ എത്തി എന്നുള്ളത്. അപ്പം അങ്ങനൊരു സ്കീം ഉണ്ടായിരുന്നു പണ്ട്. ഇവിടെ അതിനൊരു ഒരു ടെലിഫോൺ ഉണ്ടായിരുന്നു. ആ ടെലിഫോണിൽ നിന്ന് വിളിച്ച് പറയണമായിരുന്നു. ഇപ്പോൾ എനിക്കൊന്നും അതൊക്കെ ആ സിസ്റ്റമൊക്കെ എടുത്ത് കളഞ്ഞു തോന്നുന്നു. കാര്യം ഇപ്പോൾ ട്രെയിനുകൾ CBC കപ്പിളേഴ്സും കുറേ കൂടി പവർഫുൾ ആയിട്ടുള്ള ലോക്കോമോട്ടീവ്സും ഒക്കെ ആയതുകൊണ്ടായിരിക്കും. പിന്നെ ഇപ്പോൾ ഫുൾ എയർ ബ്രേക്ക് ആണല്ലോ. പണ്ട് ഈ ലൈനിൽ എനിക്ക് തോന്നുന്നു വാക്യൂം ബ്രേക്ക് ഓടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഈ ലൈനിൽ എനിക്ക് ഉറപ്പില്ല. ഇത് ബ്രോഡ് ഗേജ് ആക്കിയത് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ 98-99 കാലഘട്ടത്തിലാണ് ഇത് ബ്രോഡ് ഗേജ് ആക്കിയത്. ഇത് ബ്രോഡ് ഗേജ് ആക്കിയ സമയത്താണ് ഈ ഇൻ്റർസിറ്റി എക്സ്പ്രസ്. അന്ന് ഇത് ബാംഗ്ലൂർ കോയമ്പത്തൂർ ഇൻ്റർസിറ്റിയാണ്. അന്നാണ് ഈ ഇൻ്റർസിറ്റി എക്സ്പ്രസ് വരുന്നത്. പിന്നീട് അതിൻ്റെ കൂട്ടത്തിൽ വന്നൊരു ട്രെയിനാണ് 1101314. അന്ന് 101314 ആയിരുന്നു. ഇപ്പോൾ കാലം മാറി. ഇപ്പോൾ എല്ലാ മിക്കവാറും വണ്ടികളൊക്കെ LHB ആയി, പാസഞ്ചേഴ്സ് ഒഴികെ LHB റേക്കായി. പിന്നെ ഈ പറയുന്ന പ്രൊസീജിയറിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ എം നോട്ട് ഷുവർ. ഈ മലകളിൽ ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട്. നമ്മൾ കെയർഫുൾ ആയിരിക്കണം കേട്ടോ. ഇവിടെ ഇവിടെ താഴെയായിട്ടൊരു അമ്പലമുണ്ട്. ഒരു ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമുണ്ട്. എന്താണ് പ്രതിഷ്ഠ എന്നുള്ളപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. വളരെ ഫേമസ് ആയിട്ടൊരു അമ്പലമുണ്ട്. അപ്പോൾ പണ്ട് കാലത്തെ ട്രെയിനുകൾ ഇവിടെ ബ്രേക്ക് ടെസ്റ്റിംഗ് ഹോൾട്ടിൽ നിർത്തുമ്പോൾ ആൾക്കാർ ട്രെയിനിൽ നിന്ന് ഇറങ്ങി താഴെ അമ്പലത്തിലോട്ട് പോകുമായിരുന്നു. തിരിച്ചു നിന്നൊരു ബൈ റോഡ് പോകുമായിരുന്നു. ഇപ്പോൾ ബ്രേക്ക് ടെസ്റ്റിംഗ് ഹോൾട്ടൊന്നും ഇല്ല. ഇപ്പോൾ ആൾക്കാർ എനിക്കൊന്ന് വരുന്ന പോകുന്നൊക്കെ ഇപ്പോൾ ബൈ റോഡാണെന്ന് തോന്നുന്നു. ഇവിടെയായിട്ടാണ് ഞാൻ ആ പറഞ്ഞ അമ്പലം. അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റണമെന്ന് അറിയില്ല. ഇതാണ് അമ്പലം. വളരെ ഫേമസ് ആയിട്ടൊരു അമ്പലമാണ്. ആ അമ്പലത്തിലേക്ക് വരാൻ ആൾക്കാർ ട്രെയിനിന് പണ്ട് വരുമായിരുന്നു. ഇപ്പോൾ റോഡുണ്ട് അവിടെ. പണ്ടും റോഡുണ്ടായിരുന്നു. എനിക്കൊന്ന് പണ്ട് ഇത്ര നല്ല റോഡല്ലായിരുന്നു. ഇപ്പോൾ അത്യാവശ്യം നല്ലോണം ടാറൊക്കെ ചെയ്ത റോഡാണ്. ഇതൊരു മേജർ ഇൻഡസ്ട്രിയൽ സൈഡിങ്, പെട്രോളിയം സൈഡിങ് ആണ് തോന്നുന്നു കണ്ടിട്ട്. മോനെ സീന്. വന്ദേ ഭാരത് ഇവിടെ നമുക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഇതൊരു പുതിയ പെട്രോളിയം സൈഡിങ് ആണെന്ന് തോന്നുന്നു. പുതിയതാണെന്ന് തോന്നുന്നു. കാര്യം ട്രാക്കിൽ അധികം ട്രെയിനുകൾ ഓടിയിട്ടില്ല. പ്രോബ്ലം ഒരു പുതിയ പെട്രോളിയം സൈഡിങ് ആണ്. ഇതെന്ന് HPCL ആണ്. ശിവടിയിലാണ് വന്നിരിക്കുന്നത് പുതിയതായിട്ട്. ഇന്ത്യയിലെ തന്നെ സ്ലോവസ്റ്റ് വന്ദേ ഭാരതുകളിൽ ഒരെണ്ണമാണ് ബാംഗ്ലൂർ കോയമ്പത്തൂർ വന്ദേ ഭാരത്. അത് ബേസിക്കലി ഗാർഡ് സെക്ഷൻ കാരണമാണ്. ഈ ഗാർഡ് സെക്ഷനിൽ സ്പീഡിൽ ഓടാൻ പറ്റില്ല. ഗാർഡ് സെക്ഷൻ അത്യാവശ്യം ലെങ്ത്തും ഉണ്ട്. അതുകൊണ്ടാണ് വന്ദേ ഭാരത് അത്ര സ്ലോ ആയിട്ട് ഓടുന്നത്. ഒരു നാട്ടുദൈവം. തമിഴ്നാട്ടിൽ നമ്മൾ ഈ പ്രദേശത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനത്തെ കുറേ നാട്ടുദൈവങ്ങളെ കാണാൻ പറ്റും. അവിടെ ഒരെണ്ണമുണ്ട്.
ആർക്ക് വേണ്ടി വന്ദേ ഭാരത് കാത്ത് കിടക്കുകയാണെന്ന്. ഇതാണ് ശിവടി സ്റ്റേഷൻ. ഇത് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടോ? നമ്മൾ പതുക്കെയാണ് പോകുന്നത്. കാരയ്ക്കൽ എക്സ്പ്രസ് റൈറ്റ് സൈഡ് കിടപ്പുണ്ട്. ലെഫ്റ്റ് സൈഡിലെ പ്ലാറ്റ്ഫോമിൽ ഒരു ഫ്ലൈറ്റ് കിടക്കുന്നു. വാഗ്നർ HC 41561 കൃഷ്ണരാജപുരത്തിൻ്റെ ആയിരുന്നു, ഹുബ്ബള്ളിയിലോട്ട് മാറി. ഇതാണ് ധർമ്മപുരി സ്റ്റേഷൻ. इंटरसिटी सुपरफास्ट एक्सप्रेस प्लेटफॉर्म संख्या 2 पर आ रही है. प्लेटफॉर्म संख्या 2 पर आ रही है. കാരയ്ക്കൽ എക്സ്പ്രസ്സിന് റേക്ക് ഒരു ഷോർട്ട് റേക്ക് ആയതുകൊണ്ട് ലോക്കൽ ഇവിടെ തന്നെ നടപ്പുണ്ട്. 37712 കൃഷ്ണരാജപുരം ഷെഡിൻ്റെ വാപ്പ് 7 ആണ് ലോക്കോ. ഈ ട്രെയിനിന് ഏറെക്കുറെ സ്ഥിരമായിട്ട് വാപ്പ് 7 ആണ് കിട്ടുന്നത്. ഒരു ഷോർട്ട് റേക്കിന് അവർ ഏറെക്കുറെ സ്ഥിരമായിട്ട് വാപ്പ് 7 ആണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ധർമ്മപുരി നിൽക്കുന്നു. എനിക്ക് നമ്മളിപ്പോൾ ക്ലിയർ ചെയ്യുന്നു, കാരണം എല്ലാ പ്ലാറ്റ്ഫോമും ഫുള്ളാണ്. ഇവിടെ ഇപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമും ഫുള്ളാണ്. ഓപ്പോസിറ്റ് ലൈനിൽ ഹുബ്ലി രാമേശ്വരം എക്സ്പ്രസ് വരാനുണ്ട്. അപ്പോൾ പ്ലാറ്റ്ഫോംസ് എല്ലാം ഫുള്ളാണ്. മിക്കവാറും നമ്മൾ ഇവിടെ നിന്ന് ഡിപ്പാർട്ട് ചെയ്യും. രാമേശ്വരം എക്സ്പ്രസ്സിന് വേണ്ടി പാലക്കോട് വല്ലതും പിടിച്ചിടാനാണ് സാധ്യത. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെ തന്നെ ആദ്യം ഡിപ്പാർട്ട് ചെയ്തവർ. നമ്മൾ പോയാലേ രാമേശ്വരം എക്സ്പ്രസ്സിന് ഉള്ളിലേക്ക് എടുക്കാൻ പറ്റും. നമ്മൾ പോയി ഒന്നിലും നമ്മൾ വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവനടുത്ത സ്റ്റേഷനിൽ വെയിറ്റ് ചെയ്യണം. ഇവിടുത്തെ മരങ്ങളൊക്കെ ജസ്റ്റ് തല മാത്രം വെട്ടി മരങ്ങൾ ഉള്ളിലാക്കിയ ഒരു ഷെൽട്ടർ ഇട്ടു. നല്ല ഐഡിയ ആണത്. പക്ഷെ മരങ്ങളൊക്കെ ചത്തുപോകും, കാരണം അവർക്ക് മര്യാദയ്ക്ക് സൂര്യപ്രകാശമൊന്നും കിട്ടില്ലല്ലോ. അപ്പോൾ നമ്മൾ ധർമ്മപുരിയിൽ നിന്ന് വിട്ടു. ഈ റേക്കിന് ഇങ്ങേ അറ്റത്തും ലോക്കമുണ്ട്. ഇങ്ങനത്തെ ട്വിൻ G9s DLSV വിശാഖപട്ടണം ഷെഡിന്. നമ്മൾ മലയൊക്കെ കഴിഞ്ഞ് നാട്ടിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് ദൂരം കഴിഞ്ഞ് ചെറിയൊരു മല കൂടെ കയറാനുണ്ട്. ആക്ച്വലി ഇതൊരു ലോങ് ബ്ലോക്ക് സെക്ഷനാണ്. നമ്മളിപ്പോൾ ധർമ്മപുരി വിട്ടിട്ട് ഓൾമോസ്റ്റ് 20 കിലോമീറ്റർ ഒറ്റ ബ്ലോക്കാണ്. ഈ 20 കിലോമീറ്റർ ഓടിയിട്ടാണ് പാലക്കോട് സ്റ്റേഷൻ വരുന്നത്. പാലക്കോട് സ്റ്റേഷൻ കഴിഞ്ഞാൽ വീണ്ടും ചെറിയൊരു ഘാട്ട് സെക്ഷൻ. പാലക്കോട് കഴിഞ്ഞാൽ കുറച്ചും കൂടി പോയി ചെറിയൊരു ഘാട്ടം കൂടി ഉണ്ട്. അത് കയറിയാണ് നമ്മൾ ഹൊസൂരിലേക്ക് ചെല്ലുക. മുന്നിലുള്ളതാണ് പാലക്കോട് സ്റ്റേഷൻ. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിൻ കിടപ്പുണ്ട്. SSS ഹുബ്ബള്ളി രാമേശ്വരം എക്സ്പ്രസ്. നിലവിൽ രാമനാഥപുരം വരെ പോകുന്നുള്ളൂ, രാമേശ്വരത്തേക്ക് പോകുന്നില്ല ഈ വണ്ടി. അതിനും വാപ്സാണോ? ഹുബ്ബള്ളി ഷെഡിൻ്റെ വാപ്സാനാണ് 39392. ഇത് നമ്മുടെ ഹുബ്ബള്ളി തിരുവനന്തപുരം നോർത്ത് എക്സ്പ്രസിൻ്റെ റേക്കാണ്. റേക്ക് ഷെയറിംഗ് ഉണ്ട്. നമ്മൾ വീണ്ടും ലൂപ്പിലേക്ക് കയറുകയാണ്. ഇതിപ്പോൾ എന്താ സംഭവം എന്നറിയില്ല. മേ ബി മെയിൻ ലൈനിൽ ഫ്ലൈറ്റും എല്ലാം കിടക്കുന്നുണ്ടാവും.
ഈ ട്രെയിനിൽ കിട്ടുന്ന അടുത്ത ഐറ്റം ട്രൈ ചെയ്തേക്കാന്ന് വെച്ചു. തക്കാളി സൂപ്പ്, അതിനകത്ത് ബ്രെഡ് വറുത്തത് ഇട്ടിട്ടുണ്ട് അവൻ. 20 രൂപയായിരുന്നു. നമുക്കിത് എങ്ങനെയുണ്ടെന്ന് കഴിച്ചു നോക്കാം. സാധാരണ ഇതിൽ തമിഴ്നാട്ടിലെ ട്രെയിനിൽ കിട്ടുന്ന തക്കാളി സൂപ്പ് അടിപൊളിയാണ്. നല്ലോണം കുരുമുളക് ഇട്ടുണ്ട് ഇതിൽ. ഇത് പറഞ്ഞാൽ അടിച്ചാൽ മതി. തൊണ്ടയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അപ്പം മാറി കിട്ടും. അത്ര നന്നായിട്ട് കുരുമുളക് ഇട്ടുണ്ട്. നന്നായിട്ട് നല്ല സൂപ്പാണ്. കാസിപ്പേട്ടിൻ്റെ ട്വിൻസ് BCNRയിക്കാണ്. ഇവിടെ നിന്നാന്ന് തോന്നുന്നു 1-2 ഹോർസ് ഷൂ കേർവ്സ് പോലത്തെ കേർവ്സ് ഉണ്ട്. നല്ല ഭംഗിയാണ് സ്ട്രക്ചർ. അടിപൊളിയല്ലേ ഗോവ? നല്ല മൺവാസന വരുന്നുണ്ട്. എവിടെയൊക്കെയോ മഴ പെയ്യുന്നുണ്ട്. ആ വളവുണ്ട്. നമ്മുടെ ഫുൾ ട്രെയിൻ കാണാം വളവിൽ. അടുത്ത ക്രോസിങ് ഇതും P7 ആണല്ലോ. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ കയ്യിലുള്ള ആകെയുള്ള പാസഞ്ചർ ലോക്കോമോട്ടീവ് എന്ന് പറഞ്ഞാൽ P7 ആണ്. അപ്പോൾ അവരതാണ് ഇപ്പോൾ എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അങ്ങനെ പെരിയനാഗത്തുണൈ 37526 യശ്വന്ത്പൂർ സേലം എക്സ്പ്രസ് ആണ്. ഈ സ്റ്റേഷനിലൊരു വലിയ ഇതുണ്ട്, നമ്മുടെ ബലാസ സൈഡിങ് ഉണ്ട്. ഏകദേശം ഹൊസൂർ എത്താറായിട്ടുണ്ട്. ഇരുട്ടിയില്ല, പ്രതീക്ഷ പോലെ ഇരുട്ടായില്ല. സമയം ഇപ്പോൾ 6:43. ഞാൻ ഇതിൽ കൂടുതൽ ഇരുട്ട് പ്രതീക്ഷിച്ചായിരുന്നു ഈ സമയമാകുമ്പോഴേക്കും. അവിടെ ഫേമസ് ആയിട്ട് റൈറ്റ് സൈഡിൽ മലയ്ക്ക് മുകളിൽ ഹൊസൂരിലെ അമ്പലം കാണാൻ പറ്റും.
ശിവനാണെന്ന് തോന്നുന്നു പ്രതിഷ്ഠ. എനിക്കപ്പം കൂടെ ശരിക്കും കൃത്യമായിട്ട് ഓർമ്മ കിട്ടുന്നില്ല. വിജയവാഡ ട്വിൻ G9s ആണ്. BCNA റേറ്റ്. ഈ റൂട്ടിൽ ചറപറ BCNA കാണുന്നുണ്ട് കേട്ടോ. നമ്മൾ ജസ്റ്റ് ഹൊസൂർ എത്തുന്നു. ഈ റോഡിൻ്റെ 22602 ആണ് ഇന്ന് നാഗർകോയിൽ എക്സ്പ്രസ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ SMBT നാഗർകോയിൽ എക്സ്പ്രസ്. നമ്മൾ കഴിഞ്ഞ വർഷം HA1 കോച്ചിലായിരുന്നു പോയത്. അതുതന്നെയായിരുന്നു കോച്ചെന്ന് അറിയില്ല കേട്ടോ. സമയം 6:48 ആയപ്പോഴാണ് നമ്മൾ ഹൊസൂർ സ്റ്റേഷനിലെത്തിയത്. വണ്ടി ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ ലേറ്റ് ആണ് ഇപ്പോൾ. 6:50 നമ്മളും സ്റ്റാർട്ട് ചെയ്യുന്ന ഹൊസൂരിന്ന്. ഇനി അങ്ങോട്ട് സിംഗിൾ ലൈനാണ്. ഇനി അങ്ങോട്ട് കുറേ ക്രോസിങ്ങുകളുണ്ട്. അപ്പോൾ നമ്മളെ പിടിച്ചിടുമോ മറ്റവരെ പിടിച്ചിടുമോ ഒന്നും അറിയില്ല. നമ്മുടെ അടുത്ത സ്റ്റോപ്പ് ഇനി കാർമേൽറാം സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് അമൃത് ഭാരത് വർക്കൊന്നും ഇല്ലെന്ന് തോന്നുന്നു. ഒരു കുഞ്ഞ് സ്റ്റേഷനാണ് ഹൊസൂർ. ഹൊസൂർ ആക്ച്വലി ഒരു വലിയ ഇൻഡസ്ട്രിയൽ ടൗൺ ആണ്. എന്നിട്ട് എന്താ ഈ ചെറിയ സ്റ്റേഷനാണ് ഹൊസൂർ സ്റ്റേഷൻ. സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ഈ ലൈനിന് അത്യാവശ്യം നന്നായിട്ട് ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഡബ്ലിംഗ് ഒക്കെ നടത്തുന്ന കാലങ്ങളായിട്ട് പറയുന്നല്ലാണ്ട് ഡബ്ലിംഗ് ഒന്നും നടക്കുന്നില്ല. മറ്റേ ബാംഗ്ലൂരിൽ നിന്ന് ഹൊസൂരിലേക്കുള്ള ഡബ്ലിംഗ് തന്നെ എന്താ പറയുക വർഷങ്ങളായിട്ട് അനന്തമായിട്ട് നീണ്ടുപോയിക്കൊണ്ടിരിക്കുക. അത് കംപ്ലീറ്റ് ആവുന്നില്ല. അപ്പോൾ സൗത്ത് വെസ്റ്റേൺ റെയിൽവേക്ക് ഈ ലൈനോട് എന്തോ ഒരു ചിറ്റമ്മ നയമാണ്. നിങ്ങൾ ഈ വീഡിയോ മുഴുവൻ കണ്ടെങ്കിൽ നമ്മൾ ഇന്ന് ആക്ച്വലി വടക്കാഞ്ചേരി ഭാഗം പാസ് ചെയ്യുന്ന സമയത്ത്, വടക്കാഞ്ചേരി അകമല സ്ട്രെച്ച് പാസ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഈ മഴക്കാലമാകുമ്പോൾ CNW സ്റ്റാഫിന്, CNW അല്ല ട്രാക്ക് സ്റ്റാഫിന്, ഓപ്പൺ ലൈൻ സ്റ്റാഫിന് ഭയങ്കര ടെൻഷനാണ്. അവിടെ ഭയങ്കര പെട്രോളിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. മണ്ണിടിച്ചിലും മരം വീഴലും മറ്റും ഉണ്ടാവാറുണ്ട്. അൺഫോർച്ചുനേറ്റ്ലി ഇന്നിപ്പോൾ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരമായിട്ടൊരു മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഷൊർണൂരിൽ നിന്ന് ടുവേർഡ്സ് തൃശ്ശൂരുള്ള ട്രെയിനുകളെല്ലാം ഷൊർണൂർ പിടിച്ചിട്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്ദേ ഭാരതും നിലമ്പൂർ കോട്ടയവും എല്ലാം പിടിച്ചിട്ടിരിക്കുകയാണ് അവിടെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇറ്റിന് മിസ്സായതാണ്. നമ്മൾ രക്ഷപ്പെട്ട് വന്നതാണ്. നമുക്ക് നാളെ ആ സൈഡിലോട്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ അങ്ങനെ ഹൊസൂർ കഴിഞ്ഞു. ഇവിടെ ഡബിളിങ്ങിൻ്റെ കുറച്ച് എന്തൊക്കെയോ പണി നടന്നിട്ടുണ്ട്. ഇതാ ഇത്രയും ദൂരം ട്രാക്ക് ഇട്ടിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇവിടെ പാലം പണിതിട്ടുണ്ട്. പാലത്തിൽ ബല്ലാസ്റ്റ് വന്നിട്ടില്ല. അതിന് മുമ്പ് ട്രാക്ക് ബെഡ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഡബിളിങ്ങിൻ്റെ കുറച്ച് പണി നടക്കുന്നുണ്ട്. ഈ സൈഡിൽ കാണുന്ന ഹൈവേ അല്ല കേട്ടോ, സൈഡിൽ കാണുന്ന ഹൊസൂർ റിംഗ് റോഡാണ്. ഇപ്പോൾ ഡബിളിങ്ങിൻ്റെ ഇപ്പോൾ വർക്ക് നടക്കുന്നുണ്ട്. ഭയങ്കര സ്ലോ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ലോ ആണ്. ഇപ്പോൾ ഈ വർക്ക് തുടങ്ങിയിട്ട് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു 6-7 വർഷമെങ്കിലും മിനിമം ആയിട്ടുണ്ട്. അത് കൂടുതലായിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ഇവിടെ കുറച്ച് ദൂരം ട്രാക്ക് ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പോൾ കർണാടകയിലേക്ക് കയറിയെന്ന് തോന്നുന്നു. മാരകനായക്കനഹള്ളി സ്റ്റേഷൻ കഴിഞ്ഞു എന്ന് തോന്നുന്നു, ശ്രദ്ധിച്ചില്ല. ആനേക്കൽ റോഡ് എത്താറായിട്ടാണ് നമ്മളിപ്പോൾ. ആനേക്കൽ റോഡ് എത്തിയെന്ന് തോന്നുന്നു. ഇവിടെയൊക്കെ ട്രാക്ക് ഇട്ടിട്ടുണ്ട്. ട്രാക്കിൽ കാട് വളർന്നു കഴിഞ്ഞു. അപ്പോൾ ട്രാക്ക് ഇട്ടിട്ട് കുറേ കാലമായി. എങ്ങനെയൊക്കെയാണ് പണി.
ഇവർക്ക് തീർക്കാൻ തീരെ താല്പര്യമില്ലെന്ന് തോന്നുന്നു. ആനേക്കൽ റോഡ് സ്റ്റേഷനാണിത്. ധർമ്മപുരി മെമ്മു നമ്മളിപ്പോൾ ഹീരലിഗ സ്റ്റേഷനെത്തി. അങ്ങനെ വെൽക്കം ടു ദ മാഡ്നസ്. നമ്മൾ ബാംഗ്ലൂർ സിറ്റിയിലേക്ക് കയറുകയാണ്. കാർമേൽറം സ്റ്റോപ്പിനടുത്തെത്തി, കാർമേൽറം സ്റ്റേഷനടുത്ത് എത്തിക്കഴിഞ്ഞ വേണ്ടി. കാർമേൽറം എന്ന് പറയുന്നത് ഏകദേശം നമ്മുടെ സർജാപൂർ ഭാഗത്തിനൊക്കെ അടുത്തായിട്ട് വരും. അപ്പോൾ ഇതാണ് കാർമേലറം സ്റ്റേഷൻ. ലെഫ്റ്റ് സൈഡിലെ ഡോറ് ജാം പാക്കാണ്. ഞാൻ ഹൊസൂർ കഴിഞ്ഞപ്പോൾ അകത്ത് പോകണമെന്ന് വിചാരിച്ചാൽ, പക്ഷേ അപ്പോഴേക്കും ആൾക്കാരൊന്ന് ഡോറൊക്കെ പാക്കായി. തിരിച്ച ഉള്ളിലേക്ക് കയറാൻ പറ്റിയില്ല. ഇപ്പോൾ കാർമേലറം വിട്ടിട്ട് വേണം ഉള്ളിൽ പോയി കുറച്ച് നേരം ഒന്ന് ചാർജ് ചെയ്യാൻ വെക്കാൻ. ഇപ്പോൾ സത്യം പറഞ്ഞാൽ ചാർജ് ചെയ്യാൻ ആവശ്യത്തിന് സമയമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ഇവിടുന്ന് പുറപ്പെടാനുള്ള സിഗ്നലായി പച്ച വന്നിട്ടുണ്ട്. നമുക്ക് പച്ച സിഗ്നൽ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഉടനെ പുറപ്പെടും. എനിക്കൊരു പേടിയുണ്ടായിരുന്നു നമുക്കിവിടെ ക്രോസിങ്ങിനൊന്നും പിടിച്ചിടുന്നത്. ക്രോസിങ്ങിനൊന്നും പിടിച്ചിടുന്നില്ല. നമ്മളിപ്പോൾ പുറപ്പെടുകയാണെന്ന് തോന്നുന്നു. ഇവിടുന്ന് വിടുന്നതോടുകൂടി നമ്മൾ തിരിച്ച് നമ്മുടെ സീറ്റിലേക്ക് പോകണം. അതിന് ചാർജൊക്കെ ചെയ്തില്ലെങ്കിൽ രാത്രി നല്ല പണി കിട്ടും. ലേറ്റ് ആയതുകൊണ്ട് ഒരു ചെറിയ ജേർക്കോടുകൂടിയാണ് സ്റ്റാർട്ട് ചെയ്തത്. വേണ്ടി ലേറ്റ് ആവില്ല കേട്ടോ. നമുക്ക് 9 മണിയാണ് നമ്മുടെ ബാംഗ്ലൂർ സിറ്റി അറൈവൽ ടൈം. മണി 19:21 കണ്ടേ ആയിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയൊക്കെ പിടിച്ചാലും നമ്മൾ 9 മണിക്കുള്ളിൽ സിറ്റി ജംഗ്ഷനിൽ പോയി കയറും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷെഡ്യൂൾ അവർ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെയൊക്കെ ഡിലേ ചെയ്താലും നമ്മൾ നേരത്തെ പോയി കയറും. അപ്പോൾ അങ്ങനെ കാർമേലറം കഴിയും. നമുക്ക് ചാർജ് ചെയ്യാൻ പോകും. ബയ്യപ്പനാളി എത്തിയിട്ടുള്ളൂ. നമ്മൾ ഒരു 20 മിനിറ്റോളം ബയ്യപ്പനാളി ക്യാബിനിൽ പിടിച്ചിട്ട് ഇപ്പോൾ ജസ്റ്റ് ബയ്യപ്പനാളി സ്റ്റേഷനോട്ട് കയറിയിട്ടുള്ളൂ. ഏതൊരു വണ്ടി നമ്മൾ ഓവർടേക്ക് ചെയ്തിട്ടില്ല. നമ്മൾ മറ്റേ കാർമേലറത്തുനിന്ന് വേഗം പുറപ്പെട്ടായിരുന്നുണ്ടെങ്കിലും അവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് ശനിദശയായിരുന്നു. ഏകദേശം 20 മിനിറ്റോളം ബയ്യപ്പനാളി ക്യാബിനവിടെ പിടിച്ചിട്ടു. മറ്റേ താവട്ടർ തിരിയുന്നവിടെ. അതിന് ബയ്യപ്പനാളി സ്റ്റേഷനിൽ ജസ്റ്റ് ഒന്ന് നിർത്തി 2-3 മിനിറ്റ് നിർത്തിയിട്ട് എടുത്തു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ കൻറ്റോൺമെൻറ്റിൻ്റെ പുറത്തെത്തി നിന്നത് കണ്ടിട്ട് പോട്ടറി ടൗൺ നമ്മുടെ മെട്രോ സ്റ്റേഷൻ പോലെ ഉണ്ട് കണ്ടിട്ട്. അങ്ങനെ നമ്മൾ കൻറ്റോൺമെൻറ്റ് സ്റ്റേഷൻ്റെ ഏകദേശം പുറത്തെത്തി. അവിടെ പോട്ടറി ടൗൺ സ്കൂൾ കാണാറുണ്ട്. ഇതാണ് ഇവിടുത്തെ പഴയ ഡെമോ ഷെഡ്. ഡെമോ ഷെഡിലുണ്ടാകുന്ന ഡെമോ ഒക്കെ പോയി. അവിടെ കുറേ EMD ലോഗോസ് കൊണ്ടുവന്നിട്ടുണ്ട്. കാണുന്നുണ്ടാവില്ല, നല്ല രീതിയാണ് ഇവിടെ. നമ്മൾ ജസ്റ്റ് കൻറ്റോൺമെൻറ്റ് സ്റ്റേഷനിലേക്ക് കയറുന്നു. ഇത് ഇവിടുത്തെ പുതിയ എയർ കോൺകോഴ്സിൻ്റെ ഡിസൈനാണ്. നല്ല ഭംഗിയുണ്ടല്ലേ.
ഇവിടെ എനിക്കൊന്ന് എയർ കോൺകോസ് റൂഫ് സ്ട്രക്ചർ എന്തോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എനിക്കൊന്ന് ഫുൾ ഓവറാർച്ച് ചെയ്ത് റൂഫായിട്ട് പണിയാൻ പോകുന്നു. ഇവിടെ കണ്ടിട്ട് അതുപോലെ ഉണ്ട്. നമ്മളങ്ങനെ കൻറ്റോൺമെൻറ്റ് സ്റ്റേഷനിലെത്തി. പഴയ ഹെറിറ്റേജ് സ്ട്രക്ചറൊക്കെ പൊളിച്ചു കളഞ്ഞവർ. ഇപ്പോൾ സമയം 8:26. നമ്മളൊരു 9 മണിക്ക് തൊട്ട് മുമ്പായിട്ട് നമ്മൾ പോയി കയറും ഇവിടെ. ഇതാണ് കൻറ്റോൺമെൻറ്റ് സ്റ്റേഷൻ. ഇവിടെ ഇറങ്ങാൻ ഒത്തിരി പേരുണ്ടായിരുന്നു. ആൾക്കാരൊക്കെ ഇറങ്ങുന്നു. ഒത്തിരി പേര് ഇവിടെ ഇറങ്ങി. നമ്മൾ ഈ സ്റ്റേഷൻ പകൽ വെളിച്ചത്തിൽ കുറച്ചധികം പ്രാവശ്യം ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മൾ 2 പ്രാവശ്യം ഇവിടെ വന്ദേ ഭാരത് റൈഡുകൾ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഞാൻ സ്റ്റേഷൻ കാണിച്ചിട്ടുണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ ഏതൊരു ട്രെയിൻ കയറി വന്നിട്ടുണ്ട്. നമുക്ക് ഡിപ്പാർച്ചറിനുള്ള സിഗ്നൽ ആയിട്ടുണ്ട്. നമുക്ക് ആംബർ സിഗ്നൽ കാണാം. അത് 16526 ആയിരിക്കണം. അതാണ് ഇവിടെ ഡിസ്പ്ലേയിലൊക്കെ കാണിക്കുന്നത്. നമ്മൾ പുറപ്പെടുകയായി. ഇപ്പുറത്ത് കയറി വന്നിരിക്കുന്ന 37370 ആണ് ലോക്കോ. കൃഷ്ണരാജപുരത്തിൻ്റെ. ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സോ? കന്യാകുമാരി ചെന്നൈ എഗ്മോർ എക്സ്പ്രസ്സോ? ഇപ്പോൾ ഇത് കന്യാകുമാരി പോയിട്ട് അവിടുന്ന് ചെന്നൈ എഗ്മോർ എക്സ്പ്രസ് ആയിട്ട് പോകുമല്ലോ. ഇത് അത് തന്നെ നമ്മുടെ ഐലൻഡ് എക്സ്പ്രസ് ആണ്. 16526. 16525 നമുക്കൊരു എൻഡ് ടു എൻഡ് ട്രിപ്പ് ഒരു പ്രാവശ്യം അടിക്കണം. അതായത് കന്യാകുമാരി മുതൽ KSR ബംഗളൂരു വരെ ഒരു ഫുൾ ഡിസ്റ്റൻസ് എൻഡ് ടു എൻഡ് ട്രിപ്പ് അടിക്കണം. അതായത് നമുക്ക് ക്ഷമാശീലം വളരാൻ അങ്ങനത്തെയൊക്കെ ട്രെയിൻ യാത്രകൾ വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. കാര്യം പണ്ടൊരിക്കൽ ഈ ട്രെയിനിന് 6526 ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് തിരുവനന്തപുരം വരെ പോയിട്ടുണ്ട്. പഴയ ഷെഡ്യൂൾ ഓടുന്ന കാലത്ത്. അന്നത് ഇവിടുന്ന് രാത്രി പുറപ്പെട്ട് അടുത്ത ദിവസം വൈകുന്നേരമാണ് അത് ട്രിവാൻഡ്രം എത്തിക്കൊണ്ടിരുന്നത്. ആ ഷെഡ്യൂളിൽ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ഷമാശീലം വളരാൻ നല്ലൊരു വണ്ടിയാണിത്. നമുക്കൊരു ട്രിപ്പ് അടിക്കണം പ്രാവശ്യം. അപ്പോൾ നമ്മളങ്ങനെ കൻറ്റോൺമെൻറ്റ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ടു. നമ്മളിനിയിപ്പോൾ നേരെ ഇനി എവിടെ നിർത്തില്ലായിരിക്കും. മിക്കവാറും നേരെ സിറ്റി സ്റ്റേഷൻ കൊണ്ടേ കയറ്റുണ്ടാവുള്ളൂ. ഈ വണ്ടി സാധാരണ പ്ലാറ്റ്ഫോം നമ്പർ 2 കയറ്റുന്നത്. ആ ഒരു വിശ്വാസത്തിലാണ് റൈറ്റ് സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ ഫൈനലി KSR ബംഗളൂരോട് കയറാൻ പോവാണ്. കൻറ്റോൺമെൻറ്റ് വേണ്ടി ഒരു സിഗ്നലും കൂടി പിടിച്ചിട്ടായിരുന്നു കേട്ടോ. പ്ലാറ്റ്ഫോം 2 ഞാൻ നിന്ന് കയറുന്നത്. കാരണം മറ്റേ റൂട്ട് ഇൻഡിക്കേറ്റർ ബോർഡിൽ 2 എന്നാണ് കണ്ടത്. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ ഒരു ഡിപ്പാർച്ചർ ഉണ്ട്. ഓപ്പോസിറ്റ് ലൈനിൽ ഒരു പച്ച സിഗ്നൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വണ്ടി വരുന്നത്. ലൈറ്റ് ബ്രൈറ്റായി. WAP 42270 ആയിരുന്നു. ഏതാ വണ്ടിയെന്ന് അറിയില്ല. സൗത്ത് വെസ്റ്റേൺ റെയിൽവേയുടെ റേക്കാണ് ഏതായാലും. ഇതാണ് ചാമരാജനഗർ തിരുപ്പതി എക്സ്പ്രസ്. അപ്പോൾ ഈ ട്രെയിൻ ഇവിടെ എത്തുന്നതോടുകൂടി നമ്മുടെ ഈ ഒരു യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. സീരീസ് അവസാനിക്കുന്നില്ല. നമ്മൾ ഈ ഒരു യാത്ര ഇവിടെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ചെന്നൈ മെയിലിന് കയറി ചെന്നൈയിലേക്ക് പോകും. ബാംഗ്ലൂർ ചെന്നൈ മെയിലിന് കയറി ചെന്നൈയിലേക്ക് പോകാനാണ് പ്ലാൻ. മൊത്തത്തിൽ ടൈറ്റായിട്ടുള്ളൊരു ട്രാവൽ പ്ലാനാണ് ഇപ്രാവശ്യം നമ്മുടെ. അപ്പോൾ ചെന്നൈ ചെന്നിട്ട് ചെന്നൈയിൽ നിന്ന് നാളത്തെ കോവ എക്സ്പ്രസ് ഞാൻ കോയമ്പത്തൂരിലേക്ക് പോകും. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം. ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ബാംഗ്ലൂർ സിറ്റി KSR ബംഗളൂരു സിറ്റി സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നു. പ്ലാറ്റ്ഫോം നമ്പർ 2 നമ്മുടെ കോച്ച് ഏറ്റവും ഫ്രണ്ടിലായതുകൊണ്ട് നമ്മളിനി അവിടെ ചെന്നതിനെ കുറേ ദൂരം തിരിച്ച് നടക്കേണ്ടി വരും. അപ്പോൾ ഈ റേക്കണി ഇന്ന് രാത്രി മൊത്തം ഈ പ്ലാറ്റ്ഫോമിൽ തന്നെ കിടക്കും. അപ്പോൾ ഇന്ന് രാത്രി മൊത്തം ഇവിടെ കിടന്നിട്ട് നാളെ രാവിലെ 6:10 ഇവിടുന്ന് വീണ്ടും
എറണാകുളത്തേക്ക് പുറപ്പെടും. അപ്പോൾ നമ്മളങ്ങനെ KSR ബംഗളൂരുവിലെത്തിയിരിക്കുന്നു. ബാംഗ്ലൂർ സിറ്റി സ്റ്റേഷനിൽ സമയം 8:46. അപ്പോൾ വണ്ടി 14 മിനിറ്റ് ഹെഡ് ഓഫ് ഷെഡ്യൂളാണ്. ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ട്രിക്ക് ഉണ്ട് സൗത്ത് വെസ്റ്റേൺ റെയിൽവേക്ക്. വണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ ഹെഡ് ഓഫ് ഷെഡ്യൂൾ വരെ എത്തിക്കും. അപ്പോൾ നമുക്കെന്നാൽ ഇവിടുന്ന് പുറത്തോട്ട് പോകാം. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്, കമൻറ്റ്സ്, സജഷൻസൊക്കെ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ സൂപ്പർ താങ്ക്സ്, മെമ്പർഷിപ്പ് പോലത്തെ മെത്തേഡ്സ് വഴിയും നിങ്ങൾക്ക് നമ്മളെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെന്താണ് പറയാനുള്ളത്, നമുക്കിനി ഇവിടെ നിന്ന് ചെന്നൈയിലോട്ട് പോകുന്നതിൻ്റെ വീഡിയോ ഞാൻ ചെയ്യുമെന്ന് എനിക്കറിയില്ല. കാര്യം കംപ്ലീറ്റ് നൈറ്റ് യാത്രയാണ്. അപ്പോൾ അത് കാര്യമായിട്ടൊന്നും പിടിക്കാനുണ്ടാവില്ല. അപ്പോൾ ഞാൻ പിടിക്കുമോയെന്ന് എനിക്കറിയില്ല. പിടിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യും. അപ്പോൾ പിന്നെ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. So this is Binay Shankar signing off from Platform 7. See you again in the very next video. Until then, bye-bye.